ഞാനും ഈ ദേശത്തോട് വിളംബരം ചെയ്യുന്നു. മനുഷ്യന്മാരെ, നിങ്ങൾ ഈ വ്യർത്ഥമായ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. അതാണ് ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം വിളിച്ചു പറയുന്ന സുവിശേഷം. 2018 കേരളത്തിൽ പ്രളയം വന്നോ? ഒന്ന് ഉറക്കെ പറ. വന്നു. പ്രളയം വന്നപ്പോൾ നമ്മുടെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും മാതാവും ഉൾപ്പെടെ ഉള്ളതെല്ലാം വെള്ളത്തിൽ കൂടെ എന്ത് ചെയ്തു? പറ. ഒഴുകിപ്പോയോ? പോയി. അപ്പൊ ചാക്കോച്ചൻ വെളിയിലിറങ്ങി രക്ഷിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ആകാശത്ത് എന്തു വരുന്നു? ഹെലികോപ്റ്റർ വരുന്നു. അപ്പൊ ചാക്കോച്ചൻ ഇറങ്ങി നിന്നിട്ട്, ഹലോ ഹെലികോപ്റ്റർ പ്ലീസ്. എൻ്റെ ഗീവർഗീസ് ഇതോ പോകുന്നു, അവനെ ഒന്ന് രക്ഷിക്കെന്നാണോ പറഞ്ഞത്, അതോ എന്നെ രക്ഷിക്കണമെന്നാണോ പറഞ്ഞത്? എന്തുവാ പറഞ്ഞു? സത്യമേ പറയാവൂ. കൊച്ചുങ്ങൾ സത്യം പറഞ്ഞു. എന്നെ രക്ഷിക്കണമെന്നാ പറഞ്ഞല്ലേ? ഹെലികോപ്റ്റർ താഴോട്ടിറങ്ങി വന്നു, ചാക്കോച്ചനെ രക്ഷിച്ചു, ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി. ചാക്കോച്ചൻ തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ ഒഴുകിപ്പോയ ഗീവർഗീസ് അവിടെ ചെളി പിടിച്ച് കിടക്കുന്നു. ചാക്കോച്ചൻ ഓടിപ്പോയി അതിനെ തുടച്ചെടുത്ത് വൃത്തിയാക്കി ഷോക്കേഴ്സിൽ കൊണ്ട് വെച്ചിട്ട് പറയുകയാണ്, എന്നെ രക്ഷിക്കണം. നമ്മളൊക്കെ കേൾക്കുന്ന ഒരു ചിന്തയുണ്ട്, യേശു വരുന്നു. നമ്മൾ ചെറുപ്പകാലം മുതൽ കേട്ടു. ഇപ്പോൾ എല്ലാവർക്കും പ്രായം ഒത്തിരിയായി, ഇതുവരെയും യേശു വന്നില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസികളുടെ ഉള്ളിൽ തന്നെ ഒരു ചിന്തയുണ്ട്, ഇനി എങ്ങാനും വരാനാണോ യേശു? ഇനി എങ്ങാനും വരുമോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. പക്ഷെ നമ്മൾ പണ്ട് മുതൽ കേട്ടു തുടങ്ങിയ സകല അടയാളങ്ങളും ലക്ഷണങ്ങളുമെല്ലാം അതിൻ്റെ എൻഡിലെത്തി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും കർത്താവിൻ്റെ വരവ് സംഭവിക്കാം. അതുകൊണ്ട് വിശ്വാസ ജീവിതം വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് രാത്രിയിൽ വിശ്വാസികളായിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന 99% ആളുകളും എന്ന് കർത്താവിൻ്റെ ദാസനിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ പുറത്തുള്ള പ്രിയപ്പെട്ടവർ കൂടി കേൾക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അല്പം സുവിശേഷത്തിലൂടെ സഞ്ചരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നുണ്ട്. എന്നാൽ നാളെ വിശുദ്ധ സഭായോഗത്തിൽ പൂർണ്ണമായും ദൈവമക്കളോടുള്ള ബന്ധത്തിലായിരിക്കും ശുശ്രൂഷകൾ പോകുന്നത്. പൊതു മീറ്റിംഗ് വൈകുന്നേരത്ത് വീണ്ടും നമുക്ക് സുവിശേഷത്തിലൂടെ പോകണം എന്നാണ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിക്കുന്നത്. എങ്കിലും മാനുഷിക ചിന്തകൾക്കപ്പുറം പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിനായി നമുക്ക് ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കാം. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഒരാൾക്ക് ഉറക്കെ വായിച്ച് സഹായിക്കാം. സ്തോത്രം. നിങ്ങൾ ചെയ്യുന്നത് എന്ത്? പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ദേശത്തോട് വിളംബരം ചെയ്യുന്നു. മനുഷ്യരെ, നിങ്ങൾ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ളൊരു ദൈവമുണ്ട്. ആ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. അതാണ് സുവിശേഷം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം
ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് വരണം എന്നുള്ളതാണ്. എൻ്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും അല്ലേ? ഞാൻ ഒത്തിരി കട്ടി ഉപയോഗിക്കാതെ വളരെ ലളിതമായിട്ടാണ് പറയുന്നത്. അത് ഈ മിക്സഡ് ബോർഡർ ആണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ലളിതമായി സംസാരിക്കുന്നത്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോ കൃത്യമായി വേദപുസ്തകം പറയുകയാണ്, മനുഷ്യൻ വ്യർത്ഥമായി ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്, അത് വിട്ടുകളയണം, ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വരണം. രണ്ട് ചിന്തയാണ് ഈ ഭാഗത്തുള്ളത്. ഇന്ന് നമ്മുടെ കേരളക്കരയിൽ മലയാളികളുടെ ഇടയിൽ പൊതുവെ എല്ലാവരും തമ്മിൽ പറയുന്ന ഒരു ചർച്ചയുണ്ട്. അതെന്താണെന്നറിയാമോ? ഈ ആളുകളെല്ലാം എന്തിനാണ് യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്? ഒരു ചർച്ചയാണ്. നമ്മളിപ്പം വഴിയിൽ കാണുന്ന ഒരാളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ കുറഞ്ഞ പക്ഷം അയാൾ പറയും, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ പെന്തക്കോസിൽ ഉണ്ടെന്ന് പറയും. എങ്ങനെ കറങ്ങിത്തിരിഞ്ഞു വന്നാലും കുടുംബത്തിൽ ഒരാൾ പെന്തക്കോസിൽ പോയിട്ടുണ്ടെന്ന് പറയും. അപ്പം ഈ ആളുകളെല്ലാം യേശുവിൻ്റെ പിന്നാലെയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുക, എന്താണ് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും യേശുവിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരു സുവിശേഷ യോഗത്തിൻ്റെ നോട്ടീസ് എടുത്ത് നോക്കിയാൽ നമുക്ക് ആ നോട്ടീസിൽ കാണാൻ കഴിയും, പാസ്റ്റർ സുരേഷ് കുമാർ, രമേഷ് കുമാർ, രതീഷ് കുമാർ, രതീഷ് അല്ലേ, ഗോപാലകൃഷ്ണൻ, നാരായണൻകുട്ടി പാസ്റ്റർ, ഇങ്ങനെ കുറേ പാസ്റ്റർമാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി വേറൊരു കൂട്ടി നോട്ടീസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, പാസ്റ്റർ ഷമീർ കൊല്ലം, എൻ്റെ പേരാ, പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയം, പാസ്റ്റർ നസീർ ആലപ്പുഴ, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറം, പാസ്റ്റർ അബ്ദുൽ സമദ് തിരുവനന്തപുരം, പാസ്റ്റർ അബ്ദുൽ വഹാബ് കണ്ണൂര്. ഇതൊക്കെ ഉള്ളതാണോന്നാ? ഉള്ളതാ. സിസ്റ്റർ റംല തോമസ്, ജമീല ബീവി, സൗദ ബീവി, അങ്ങനെ ഞാൻ പറയാൻ തുടങ്ങിയാൽ സമയം കുറച്ച് വേണ്ടി വരും. ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോൾ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? സ്വതന്ത്രപണ്ട് ഞാൻ 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ വിശ്വാസത്തിൽ വരുന്നത്. അന്നൊക്കെ ഇതുപോലെ ഇത്ര ആളുകളൊന്നും ഇല്ല. അന്നൊക്കെ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും, ആരെങ്കിലും ഇങ്ങനെ വിശ്വാസത്തിൽ വന്നവരുണ്ടോ എന്നൊക്കെ തപ്പി നടക്കുമ്പം അവിടെ ഇവിടെയൊക്കെ ഓരോ 1-2 എണ്ണത്തിനെയൊക്കെ കണ്ടു കിട്ടിയായിരുന്നു. ഇപ്പം അങ്ങനല്ല, ഇഷ്ടംപോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുക യേശുവിൻ്റെ പിന്നാലെ. സത്യം അറിഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ഒരു കുഞ്ഞ് വളർന്ന് 20 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനോട് അമ്മ പറയുകയാണ്, മോനെ ഞാനൊരു സത്യം പറയാം. എന്നാ അമ്മേ? ദേ ഈ ഇരിക്കുന്ന ചാക്കോച്ചൻ നിൻ്റെ അപ്പനല്ല, പിന്നെ ആരാ? ദേ അപ്പുറത്തെ വീട്ടിലെ തോമാച്ചനാ നിൻ്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ, ഇനി 20 വയസ്സായാലും 50 വയസ്സായാലും സത്യം അതാണെന്ന് അറിഞ്ഞാൽ കൊച്ചപ്പനെ തിരക്കി പോവില്ലേ? അതുപോലെ തന്നെയാണ് സത്യദൈവം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ അതുവരെ വിശ്വസിച്ചിരുന്ന എന്ത് തന്നെയായാലും ജീവനുള്ളൊരു ദൈവമുണ്ടെങ്കിൽ നമ്മൾ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയും. സ്തോത്രം. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ പിന്നാലെ ആളുകൾ പോകുന്നതെന്നാണ്. അപ്പം ഞാൻ ഈ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അല്പം കൂടി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. കാരണം ഈ കാലഘട്ടം വളരെ അപകടം പിടിച്ചൊരു കാലഘട്ടമാണ്. കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്നൊരു കാലഘട്ടമാണ്. ഒത്തിരി ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഒക്കെ ഒത്തിരി ആളുകൾ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പിള്ളേരെയൊക്കെ തെറ്റിച്ചുകൊണ്ട് പോകാൻ. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ആവശ്യമില്ലാത്ത ഫ്രണ്ട്ഷിപ്പുകളൊന്നും വെക്കരുത്. ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന നാട്ടിൽ കാണുന്ന ഈ വാർത്തയൊക്കെ പറയുന്ന സത്യമാണോ? സത്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെ കൊണ്ടുപോകാനുള്ള പദ്ധതികളും പലവിധ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അപ്പം ആളുകൾ വന്നിട്ട് ചോദിക്കും, നമ്മളെ കൊടുക്കാൻ ദൈവം ഉണ്ടോ? ചുമ്മാ ദൈവമൊന്നുമില്ല, ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. നിങ്ങൾ ഈ ജനിച്ചപ്പം തൊട്ട് നിങ്ങളുടെ വീട്ടുകാർ പള്ളിയിൽ പോകാൻ തുടങ്ങിക്കൊണ്ട് നിങ്ങൾ പോയതാണ്, അല്ലാതെ ദൈവമൊന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത് ഡിങ്കനാണ് ദൈവം എന്നാണ്. ഡിങ്കൻ നിങ്ങൾക്ക് പരിചയം കാണത്തില്ല. കേരളത്തിലെ ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് ഡിങ്കൻ. ഒരു ചുണ്ടലി എലി. ആ എലി പുറത്തുകൂടെയാണ് ബർമുട ഇട്ടിരിക്കുന്നത്, നിക്കറ്.
അങ്ങനെയുള്ള ഒരു എലിയുണ്ട്. ആ എലിയാണ് ഇപ്പം ദൈവം എന്ന് പറയുന്ന ഒരു തലമുറ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവ ഭയമില്ലാത്ത ആളുകളുടെ നടുവിലായിരുന്നു നമ്മൾ ജീവിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം, ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത പള്ളിക്കകത്ത് വന്ന് 2 പാട്ട് പാടി ആ പാട്ടിൻ്റെ അവസാനം 4 അന്യഭാഷയും കൂടെ പറഞ്ഞ് ഒന്നുകൂടെ കൈയടിച്ചങ്ങോട്ട് കൊഴുപ്പിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള ആരാധന എന്നൊക്കെ ഒരു ചിന്ത നമുക്കുണ്ട്. അത്തരം ചിന്തകളിലൊന്നും ഒരു കാര്യമില്ല. ദൈവത്തെ ആരാധിക്കുമ്പോൾ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ കൈയടിച്ചും നൃത്തം ചെയ്തും തന്നെ ആരാധിക്കണം. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ദൈവത്തിന് പ്രസാദമുള്ള ആരാധന ആലയത്തിൽ വന്നു കഴിഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ആലയത്തിൽ വന്നു കഴിഞ്ഞിട്ടല്ല. നാം ആലയത്തിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണെന്നാണ് ദൈവം നോക്കുന്നത്. പിടികിടിയോ? സങ്കീർത്തനകാരൻ പറയുന്നു, നമുക്ക് യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തലചൊറിഞ്ഞു എന്നാണോ? ആണോ? ഞങ്ങൾ അത്യന്തം സന്തോഷിച്ചു. പിടികിട്ടിയോ? അപ്പൊ ഞായറാഴ്ച രാവിലെ അമ്മ വന്ന്, ഇടി ഞായറാഴ്ച അന്ന് അങ്ങോട്ട് എഴുന്നേക്കും, ആരാധനയ്ക്ക് പോണ്ടെന്ന് പറഞ്ഞു. ഉറങ്ങാനും സമ്മതിക്കത്തില്ല. എന്തോ ചെയ്യാനെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു ഇഷ്ടക്കേടോടുകൂടി, എന്നാൽ പാസ്റ്റർ വഴക്ക് പറയുമല്ലോ എന്നോർത്ത് അങ്ങനെയൊക്കെ ഇങ്ങോട്ട് വന്ന് ആരാധനയ്ക്ക് വന്നിട്ട് പാട്ട് കേൾക്കുന്ന ഉടനെ ഇങ്ങനെ അടിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമുള്ള ആരാധനയല്ല. നാം ആവലോടെ കാത്തിരിക്കുക ഒരു ഞായറാഴ്ചയാകാൻ, ദൈവസന്നിധിയിൽ പോകാൻ, നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ, ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ, ആശ്വാസം കണ്ടെത്താൻ ആവലോടെ കാത്തിരിക്കുന്ന ഒരു മനോഭാവത്തോടെ വേണം നമ്മൾ ആരാധനയ്ക്ക് ദൈവസന്നിധി. ഓക്കെ, ആരാധനയുടെ വിഷയങ്ങൾ നമുക്ക് നാളത്തേക്ക് പിന്നാലെ വെക്കാം. ഇപ്പൊ നമ്മുടെ വിഷയത്തിലോട്ട് വരും. അപ്പൊ ആളുകളുടെ ഇടയിൽ ഒരു ചർച്ചയുണ്ട്, എന്തിനാണ് ആളുകൾ യേശുവിന്റെ പിന്നാലെ പോകുന്നത്? അപ്പൊ ചില ആളുകൾ പറയും, അവര് യേശുവിന്റെ പുറകെ പോയത് അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടിയാണ്. എന്താന്ന്? അമേരിക്കൻ ഡോളർ. അമേരിക്കക്കാരുടെയൊക്കെ ഇരിപ്പ് കണ്ടു. ഒരു സ്തോത്രം പറഞ്ഞേ. പോരാ, നല്ലൊരു സ്തോത്രം പറഞ്ഞേ. ഇപ്പൊ കിടക്കാൻ ഒരു പായില്ലെങ്കിലും കേൾക്കാൻ ഒരു സുഖമില്ലേ? അമേരിക്കക്കാരെന്നൊക്കെ പറഞ്ഞൊരു സുഖമല്ലേ? അപ്പൊ അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടിയാണ് യേശുവിന്റെ പിന്നാലെ പോകുന്നതെന്ന് പറയുന്നവരോട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് ഈ പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിയോ അന്ന് ഉള്ള കിടക്കാടും കൂടെ പോയി. ആമേൻ. ബാപ്പായുടെ കുടുംബവും ഉമ്മയുടെ കുടുംബവും എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായിരുന്നല്ലോ. ഞാൻ മുസ്ലിം കുടുംബത്തിലാണല്ലോ ജനിച്ചു വളർന്നത്. അപ്പൊ ഞങ്ങൾ അച്ഛൻ അമ്മ എന്ന് വിളിക്കുന്നതിന് പകരം ബാപ്പ ഉമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഉമ്മയുടെ കുടുംബത്തിൽ നിന്നും ബാപ്പയുടെ കുടുംബത്തിൽ നിന്നും ആളുകൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ പെന്തക്കോസിൽ തുള്ളാൻ പോയെങ്കിൽ തെണ്ടിത്തിരിഞ്ഞ് ഞങ്ങളുടെ അടുക്കൽ വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് എന്ത് പറഞ്ഞു? അവിടെ മുമ്പിൽ കരഞ്ഞോ? അങ്ങനൊന്നും കരയരുത്. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ തെണ്ടിത്തിരിഞ്ഞ് നിങ്ങളുടെ അടുക്ക വരാൻ ഞാൻ സേവിക്കുന്ന യേശു തെണ്ടിയല്ലെന്ന് പറഞ്ഞു. ആമേൻ. ഞാൻ സേവിക്കുന്ന യേശു തെണ്ടിയല്ലെന്ന് പറഞ്ഞു. ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ട് തെണ്ടിത്തിരിഞ്ഞ് വരത്തില്ലെന്ന് പറഞ്ഞു. കാണാം എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. 1 സെന്റ് ഭൂമി ഓഹരി ഷെയർ തരത്തില്ലെന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. അതിനുവേണ്ടി കേസ് കൊടുക്കാനോ വഴക്കുണ്ടാക്കാനൊന്നും വരത്തില്ലെന്ന് പറഞ്ഞു. ഇറങ്ങി. ഡിഗ്രി പറയാനൊന്നുമില്ല, 10ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. ഡിഗ്രി ഒന്നും പറയാനില്ല. പക്ഷെ എൻ്റെ ഉമ്മയുടെയും ബാപ്പയുടെയും ഒക്കെ കുടുംബത്തിൽ ഡിഗ്രി ഉള്ള ഒത്തിരി പേര്, ഈ ഡിഗ്രി ഉള്ള ഒരുത്തനും പോയിട്ടില്ലാത്ത രാജ്യങ്ങളിൽ ഈ പുസ്തകവുമായി ഞാൻ കടന്നുപോയി.
ഇനി അമേരിക്ക എന്നാണെങ്കിൽ അമേരിക്കയിലും പോയി 1 അല്ല 3 വട്ടം. അടുത്ത വർഷം വീണ്ടും പോകാനിരിക്കുക. ഞാൻ പറഞ്ഞത്, ഈ പുസ്തകം ചുമന്നവരെ ആരെയും ദൈവം തലകുനിക്കാനിടയാക്കിയിട്ടില്ല. ഈ പുസ്തകം ആത്മാർത്ഥമായി ചുമന്ന ഒരുത്തനെയും ജാതികളുടെ നടുവിൽ ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവമല്ല ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം. അവൻ ജീവനുള്ള ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആരാധനയ്ക്ക് ഇറങ്ങിയതെങ്കിൽ, അവനെ ആത്മാർത്ഥമായി സേവിക്കുന്നെങ്കിൽ, സ്നേഹിക്കുന്നെങ്കിൽ, ദേശത്തിന്റെ മുമ്പിൽ തലകുനിയുവാൻ ഈ ദൈവം അനുവദിക്കത്തില്ലെന്നാ പറഞ്ഞത്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പക്ഷെ ഒരു കുഴപ്പമുണ്ട് ദൈവമക്കളെ, നമ്മുടെ മനോഭാവം. നിങ്ങൾക്കറിയാമോ, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കാൻ ഇഷ്ടം എവിടാന്ന് നിങ്ങൾക്കറിയാമോ? ഈ ജംഗ്ഷനുകൾ, കവലകളിലാണ്. പരസ്യങ്ങൾ തമിഴ്നാട്ടിൽ അത് അനുവദനീയമല്ലെന്ന് എനിക്കറിയാം. കേരളത്തിൽ എല്ലാ കവലകളിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കും. 1000കണക്കിന് ആളുകൾ കൂടുന്ന സ്റ്റേജിനേക്കാൾ എനിക്കിഷ്ടം റോഡിൽ നിന്നിട്ട് വിളിച്ചു പറയും, യേശു അല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ലെന്ന്. ഞാൻ ചിന്തിക്കുന്നു, എന്നിൽ മറ്റൊരു ഗുണവും ദൈവം കാണാനില്ല. കർത്താവ് കണ്ടെങ്കിൽ നാണമില്ലാതെ ദൈവത്തെ സേവിക്കുന്നത്, റോഡിൽ നിന്ന് പൊടിയും പുകയും സഹിച്ച് സുവിശേഷ വിരോധികളുടെ തല്ലുകൊണ്ട് യേശുവിനെ പ്രസംഗിച്ചത് മാത്രമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സകല നന്മകളുടെയും ഉറവിടം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ഒരു ട്രാക്റ്റ് കൊടുക്കാൻ നാണിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ട്രാക്റ്റ് കൊടുക്കാൻ ലജ്ജിക്കരുത്. യേശുവിനെ കുറിച്ച് പറയാൻ ലജ്ജിക്കരുത്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി നിന്ന് നോക്കേ, ഈ പട്ടണത്തിൽ നിങ്ങളുടെ ചരിത്രം മാറും. അല്ല, നമ്മൾ ഞായറാഴ്ച വന്ന് 2 പാട്ടും പാടി കൊട്ടി വീട്ടിൽ പോയി, പിന്നെ അടുത്ത തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നമ്മൾ ടിവിയും കണ്ട്, സീരിയലും കണ്ട്, സിനിമയും കണ്ട്, സിനിമാ പാട്ടും കേട്ട് നമ്മൾ അടിച്ചു പൊളിച്ചിങ്ങനെ നടന്ന് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഞായറാഴ്ച വന്ന് 2 പാട്ട് പാടിക്കൊടുത്താൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണോ? സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും നമ്മൾ കർത്താവിന് വേണ്ടി നീക്കിവെച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയായിട്ട്. അപ്പൊ ആളുകൾ പറയുന്നു, അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി യേശുവിന്റെ പിന്നാലെ പോകുന്നില്ല. 3 മാസം പ്രായമുള്ള എൻ്റെ കുഞ്ഞിന് ഒരു ഗ്ലാസ് പാല് കാച്ചിക്കൊടുക്കുവാൻ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. 3 മാസമുള്ള എൻ്റെ കുഞ്ഞിനെ കിടത്താൻ ഇതുപോലൊരു പായില്ലായിരുന്നു. എന്നിട്ടും യേശുവിനെ തള്ളി പറഞ്ഞില്ല. യേശുവിന് വേണ്ടി നിന്നു. മാറിയിടാൻ ഒരു ഉടുപ്പില്ലാതെ ഒരൊറ്റ ഡ്രസ്സും ഇട്ടുകൊണ്ട് വിളിക്കുന്ന സ്ഥലത്തൊക്കെ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ഇന്ന് ദൈവകൃപയാൽ ഇഷ്ടം പോലെ ഇടാനുണ്ട്. ഞാൻ പറഞ്ഞത്, ഇല്ലായ്മയിലും യേശുവിന് വേണ്ടി നിന്നാൽ, പ്രതികൂലത്തിലും യേശുവിന് വേണ്ടി നിന്നാൽ, പ്രതിസന്ധികളിലും യേശുവിന് വേണ്ടി നിന്നാൽ, അതേ ജനത്തിന്റെ നടുവിൽ ദൈവം നിന്റെ തലയെ ഉയർത്തുന്ന, ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിക്കുന്ന ഒരു ദിവസം വരും 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 വരും. അതിനുവേണ്ടി ആത്മാർത്ഥതയോടെ കർത്താവിനെ സേവിക്കണം. നിറഞ്ഞ മനസ്സോടെ കർത്താവിനെ സ്നേഹിക്കണം. നമ്മൾ നേരത്തെ പ്രിയ സഹോദരൻ ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞു, യേശുവേ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണെന്ന് എത്ര പേർക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിഞ്ഞു? ഞങ്ങളൊക്കെ ചുമ്മാ സ്റ്റേജിൽ നിന്ന് പറയുന്നവരല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു പരസ്യവും നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഓടി വന്ന് ഒറ്റ അടി അടിച്ചു. അങ്ങനെ തല്ലൊക്കെ കൊണ്ടുകൊണ്ട് നിൽക്കുന്നവരാ. സ്തോത്രം. ഒന്നും മാറ്ററല്ല. നമ്മുടെ കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി കൊണ്ട അടിയുടെ 1000-1 പോലും നമുക്ക് ദൈവം അനുവദിച്ചു തന്നിട്ടില്ല. സ്തോത്രം. അപ്പൊ അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി അല്ല യേശുവിന്റെ പിന്നാലെ പോകുന്നത്. പിന്നെ ചില ആളുകൾ പറയും, പെന്തിക്കോസ്തുകാര്
500 രൂപയും കഞ്ഞിയും പയറും അരിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിൽ അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്, ഈ BJP സംഘികൾ എന്ന് പറയും, അവർ പറയും. അപ്പൊ അങ്ങനെയുള്ളവരോട് ഞാൻ പറയും, നിങ്ങൾക്ക് ഞാനൊരു നല്ല വഴി പറഞ്ഞു തരാം. 500 രൂപയും അരിയും പയറും കൊടുത്ത് പെന്തിക്കോസ്തുകാർ ആരെങ്കിലും മതം മാറ്റുന്നെന്ന് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വഴി ഞാൻ പറഞ്ഞു തരാം. എന്താണെന്നറിയാമോ? നിങ്ങൾ 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചു കൊണ്ടുപോയാൽ മതി. പോരെ? എളുപ്പ വഴിയല്ലേ? 500 രൂപയും കഞ്ഞിയും പയറും കൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾ 1000 രൂപയും കോഴിക്കാലും കാണിച്ച് അങ്ങോട്ട് കൊണ്ടുപോക്കണം. അപ്പൊ കഞ്ഞിയും പയറിനും വേണ്ടി വന്നവർ ചിക്കൻ ഫ്രൈ കണ്ട പോകാതിരിക്കുവോ? പോകും. അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ഇതിനകത്ത് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം പൊക്കോണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. സ്തോത്രം. അല്ല, പാസ്റ്റർ അടുത്ത് പോയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും, ഒന്നും വേണ്ട. നിത്യതയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരുണ്ടെങ്കിൽ അവരിവിടെ നിന്നോണം. നിങ്ങളെ ചേർക്കുവാനാണ് യേശു വീണ്ടും വരാൻ പോകുന്നത്. സ്തോത്രം. മനസ്സിലായോ? അപ്പം ആളുകളെല്ലാം യേശുവിന്റെ പിന്നാലെ പോവുക. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും യേശുവിന്റെ പിന്നാലെയാണ്. എന്തുകൊണ്ടാണ് എല്ലാവരും യേശുവിന്റെ പിന്നാലെ പോകുന്നത്? യേശു ജീവിക്കുന്ന ദൈവമായതുകൊണ്ടാണ്. എന്താ ഈ ജീവിക്കുന്ന ദൈവം? ഞാനൊരു ചെറിയ കഥ പറയാമേ. ഒരു കഥ, നിങ്ങൾക്കെല്ലാം കഥ കേൾക്കാനൊക്കെ ഇഷ്ടമായിരിക്കും. ഒരു കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരു പപ്പ നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാൻ പോവാന്ന് പറഞ്ഞു. ക്ഷേത്രത്തിൽ, അമ്പലത്തിൽ ഇങ്ങനെ കൊച്ചിനെയും കൈക്ക് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുക. അപ്പൊ ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഈ കൊച്ചിങ്ങനെ നിന്നു, പേടിച്ച്. ചോദിച്ചു, എന്നാ മോനെ? എന്നിട്ട് ഇതിന്റെ 2 വാതിലിലും 2 സിംഹത്തിന്റെ പടം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു രൂപം, പ്രതിമ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് കൊച്ചിങ്ങനെ പേടിച്ച് നിൽക്കുക. പപ്പ ചോദിച്ചു, എന്നാ പേടിച്ചെന്ന് ചോദിച്ചു. സിംഹം. കൊച്ചു പറഞ്ഞു, സിംഹം. ഉടനെ പപ്പ പറഞ്ഞു, അയ്യോ, അത് വെറും പ്രതിമയാ, അത് നിന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. എന്നാ പപ്പ? അനങ്ങത്തില്ല, വെറുതെ ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം കൊച്ചു പറയാ, അങ്ങനെയാണ് ഇതിന്റെ അകത്തിരിക്കുന്നതും അനങ്ങത്തില്ലല്ലോ. പ്രൈസലോ. അതും വെറുതെ ഇരിക്കല്ലേ, പിന്നെന്തിനാ നമ്മൾ അനങ്ങാത്തതിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നതെന്ന്? അപ്പൊ ജീവനുള്ള ദൈവം, മനസ്സിലായോ പറഞ്ഞേ? സന്തോഷം പോരാ. ഇവർക്ക് പേടിയുണ്ടോ? ഞാൻ വേണേ നാളെ ചാവും, എനിക്ക് പേടിയൊന്നുമില്ല. പ്രൈസലോ. അപ്പൊ ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. അതാണ് സുവിശേഷം. അപ്പൊ 2 ചിന്തകൾ പരിമിത സമയത്തിനുള്ളിൽ ചിന്തിക്കാനുണ്ട്. ഒന്ന്, മനുഷ്യൻ വിട്ടുകളയേണ്ടുന്ന വ്യർത്ഥമായ കാര്യങ്ങൾ എന്താണ്? 2, ആരാണ് ജീവനുള്ള ദൈവം എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. ആ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഈ സംഭവത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് ശാന്തമായി ഒന്ന് പഠിക്കാം. വായിച്ചേ 1 മുതൽ. ഇക്കോന്യയിൽ അവർ ഒരുമിച്ചു. ശ്രദ്ധിച്ചേ, നിർത്തി, നമുക്ക് ചിന്തിച്ചു പോകാം. ഇക്കോന്യയിൽ എന്ന് പറഞ്ഞാൽ എന്താ? കളീക്കവിളയിൽ, പാറശാലയിൽ, കുഴിത്തുറയിൽ എന്ന് പറയുന്ന പോലെ ഇക്കോന്യ എന്ന് പറഞ്ഞ ഒരു പട്ടണത്തിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഒരുമിച്ചു കൂടി. എന്നിട്ട് എന്ത് ചെയ്തു? വായിച്ചേ. യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നു. യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. ശ്രദ്ധിച്ചേ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ആരുടെ പള്ളിയിൽ ചെന്നു? യഹൂദന്റെ പള്ളിയിൽ ചെന്നു. അപ്പൊ നിങ്ങൾ പഠിക്കണം. യഹൂദൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പണ്ടേ ദൈവത്തിന്റെ
സ്വന്തം ജനമാണെന്ന് പറയാൻ അവകാശമുള്ളൊരു കൂട്ടം ഭൂമിയിലുണ്ടെങ്കിൽ ആരേ ഉള്ളൂ? യഹൂദന്മാരെ ഉള്ളൂ. അവരാണ് ദൈവത്തിൻ്റെ ജനം എന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയത്. എൻ്റെ ജനം, ആമേൻ, നിങ്ങൾ എൻ്റെ ജനം, ഞാൻ നിങ്ങളുടെ ദൈവമെന്ന് പഴയ നിയമത്തിലെ യഹോവയായ ദൈവം ഡിക്ലെയർ ചെയ്ത ഒരു കൂട്ടം ജനമാണ് ആര്? യഹൂദന്മാർ. അപ്പൊ ദൈവം ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കിയാൽ ഭൂമിയിൽ 3 കൂട്ടം ആളുകളാണ് ഇന്നുള്ളത്. ദൈവം നോക്കിയാൽ, നമ്മൾ നോക്കിയാൽ ഒത്തിരി പേരുണ്ട്. ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. ഹിന്ദുവിൽ തന്നെ നായരുണ്ട്, പിള്ളയുണ്ട്, താഴ്ന്നയുണ്ട്, ഒരുപാട് ആൾ. ക്രിസ്ത്യാനിയിൽ തന്നെ കത്തോലിക്കുണ്ട്, യാക്കോബുണ്ട്, മർത്തോമയുണ്ട്, CSI ഉണ്ട്, സാൽവേഷനുണ്ട്, പെന്തക്കോസുണ്ട്, ബ്രദറിനുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ മുസ്ലിങ്ങളിലും ഉണ്ട്, സുന്നി, ഷിയ, ജമാഅത്ത് ഇസ്ലാമി, അങ്ങനെ പലവിധമാകുന്ന സംഭവങ്ങളുണ്ട്. അപ്പം ദൈവം ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കിയാൽ 3 കൂട്ടം ആളുകളെ ഇവിടെ ഉള്ളൂ. അതിൽ ഒന്നാണ് ഇപ്പൊ പറഞ്ഞത്. ആര്? ഉറക്കെ പറഞ്ഞേ. യഹൂദന്മാര്. 2, യഹൂദനല്ലാത്ത സകലരെയും ബൈബിൾ വിളിച്ചിരിക്കുന്ന ഒറ്റ പേരാ. എന്താ? ജാതികൾ എന്നാണ്. ജാതികൾ. 3-മത്തെ ഒരു കൂട്ടമുണ്ട്, ശ്രദ്ധിച്ചേ. 1 യഹൂദൻ, 2 ജാതി. 3-മത്തെ ഒരു കൂട്ടമുണ്ട്. അതാരെന്നറിയാമോ? ഈ യഹൂദരിൽ നിന്നും ജാതികളിൽ നിന്നും യേശു ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവവുമായി സ്വീകരിച്ച 3-മത്തെ കൂട്ടമാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഈ പള്ളിയിൽ ഇന്ന് ഏതൊക്കെ ടൈപ്പ് ആളുകളുണ്ടോ എന്ന് നോക്കാം. ശരി. യഹൂദൻ, എൻ്റെ പപ്പ യഹൂദനാണെന്നുള്ളവരുണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിച്ച്. എൻ്റെ പപ്പ യഹൂദൻ. ആരുമില്ല. പപ്പയുടെ പപ്പ യഹൂദൻ ഇല്ല. മുത്തച്ഛൻ യഹൂദൻ ഇല്ല. മുതുമുത്തച്ഛൻ യഹൂദൻ ഇല്ലല്ലോ. അപ്പൊ ഇനി ആരും കോളർ പിടിച്ച്, ഞങ്ങളൊക്കെ പണ്ട് പിന്നെ മറ്റേ മുളമൂട്ടില് കല്ലുമൂട്ടില് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയ ക്രിസ്ത്യാനി, ഒരു മൂട്ടിലും ഇല്ല. യഹൂദൻ അല്ലെങ്കിൽ പിന്നാരാ? ജാതികൾ. മനസ്സിലാവുന്നുണ്ടോ? ഇനി 3-മത്തെ ഒരു കൂട്ടം ഉണ്ടല്ലോ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശു ക്രിസ്തുവിന് വേണ്ടി വേർപെട്ട് ജീവിക്കുന്ന ദൈവമക്കൾ. അപ്പൊ ഈ പള്ളിക്കകത്ത് യഹൂദൻ ഇല്ലെന്ന് തെളിഞ്ഞു. അങ്ങനെയാണ് 2 കൂട്ടരെ ഇതിൻ്റെ അകത്തുള്ളൂ. ഒന്നുകിൽ പറ ജാതികൾ, അല്ലെങ്കിൽ ദൈവമക്കൾ. ഇതിൽ ആരെ കൊണ്ടുപോകാനാ യേശു വരുന്നത്? അപ്പം ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തീരുമാനമായല്ലോ. സന്തോഷം. ഇത്രേ ഉള്ളു കാര്യം. നീ ദൈവമക്കളായിട്ടില്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. സ്തോത്രം. അപ്പൊ യഹൂദന്റെ പള്ളിയിൽ ചെന്നു. എന്നിട്ട് അവരെല്ലാം കൂടി ക്രൂശിച്ചു കൊന്നുകളഞ്ഞ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അതാണ് പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാരുടെ ധൈര്യം. അവന്റെ പള്ളിയിൽ കയറിയിട്ട് പറഞ്ഞു, നീ എല്ലാം കൂടെ ക്രൂശിച്ചു വന്ന യേശു അവനാണ് മശിഹ. അവന്റെ പള്ളിയിൽ കയറിയാ പറഞ്ഞേ. അതാ പരിശുദ്ധാത്മാവ്, ധൈര്യത്തിന്റെ ആത്മാവാണ്. മനസ്സിലായോ? ഉടനെ എന്ത് സംഭവിച്ചു? വായിച്ചേ. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. കണ്ടോ? അപ്പൊ അവിടെ തന്നെ ഉണ്ട് ജാതികളെ കുറിച്ച്. വിശ്വസിക്കാത്ത പള്ളിക്കാര് ജാതികളുടെ മനസ്സ് അവരെയും കൂടെ കൂട്ടുപിടിച്ചിട്ട് ദൈവദാസന്മാരുടെ നേരെ വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചു. നമ്മുടെ മലയാളിയുടെ ഒരു സ്വഭാവം അത് അല്ലേ? പണ്ട് ഞാൻ കോട്ടയം ജില്ലയിലെ ദേവലോകം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കോട്ടയം ജില്ലയിൽ. അവിടെ അരമന എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടുത്തെ തമിഴ്നാട്ടിലെ അരമനയല്ല, അവിടെ ദേവലോകം അരമന എന്ന് പറഞ്ഞാൽ ബിഷപ്പൊക്കെ താമസിക്കുന്ന അരമന. ആ ഭാഗത്ത് ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. കേട്ടെ, 1-ാം ദിവസം പ്രസംഗം കഴിഞ്ഞ് 2-ാം ദിവസമാണ് ഞാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്ററെ ഇവിടെ പുറത്തുള്ളവർ കേൾക്കാൻ രീതിയിൽ ശബ്ദമുണ്ടോ? എല്ലായിടത്തും ചോദിക്കും, ഇവിടെയും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഉണ്ട്. പുറത്തുള്ള 4 കോളാമ്പി ഞങ്ങൾ 4 ഭാഗത്തും വലിയ കോളാമ്പി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴെങ്ങും അല്ല, ഒരു 5-8 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു സന്തോഷം. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, പക്ഷെ ഒരെണ്ണം ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്തു? അഴിച്ചു. ഞാൻ ചോദിച്ചു, അതിനകത്തിന് അഴിച്ചേ? ഇന്നലത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ
ഈ ഒരു കോളാമ്പി ഈ അരമന പള്ളിയുടെ നേരെയായിരുന്നേ. അപ്പൊ ഇന്നലത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ പള്ളിയിലെ അച്ഛൻ ഈ പെന്തക്കോസ് പാസ്റ്ററെ, സംഘാടകനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ പള്ളിയുടെ അടുത്തിരിക്കുന്ന കോളാമ്പി നിങ്ങൾ അഴിക്കുന്നോ അതോ ഞാൻ ഇവിടുത്തെ BJP-ക്കാരെ അങ്ങോട്ട് വിടണോന്ന്? ആരാ ചോദിച്ചേ? അച്ഛൻ ചോദിക്കുക ആരെ വിടണം? അയ്യോ, അങ്ങനെ ഒരു കൂട്ടരെ നിങ്ങൾക്ക് അറിയത്തില്ലേ? RSS BJP അറിയത്തില്ലേ? തമിഴ്നാട്ടിലില്ലേ? അല്ല, ഇവരെ ഇരിപ്പ് കണ്ടിട്ട് അറിയാത്തവരെ പോലെ സംഖ്യകളെന്നായിരിക്കും പറയും. അപ്പൊ അവരെ അങ്ങോട്ട് വിടണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇതാണ് അവസ്ഥ. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കാലഘട്ടം തുടങ്ങി ജാതികളെ കൂട്ടുപിടിച്ചു ദൈവദാസന്മാരുടെ നേരെ തിരിഞ്ഞു എന്നാണ് വായിച്ചത്. അപ്പോഴെന്ത് സംഭവിച്ചു? വായിച്ചേ. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ചു, പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അതാണ് പരിശുദ്ധാത്മാവുള്ളവർ. അതാണ് പരിശുദ്ധാത്മാവുള്ളവർ. ഈ പാ കാണുമ്പോ തുത്തുന്ന് അടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോ പേടിച്ചോടുന്നതൊന്നും പരിശുദ്ധാത്മാവല്ല. അവരവിടെ വിഷയമുണ്ടാക്കിയപ്പോൾ അവർ അവിടെ വളരെ കാലം പാർത്തു, പ്രാഗൽഭ്യത്തോടെ സംസാരിച്ചു. ആരെങ്കിലും ഓലപ്പാമ്പ് കൊണ്ട് കാണിച്ചാൽ ഓടുന്നവനല്ല, പരിശുദ്ധാത്മാവുള്ള അഭിഷിക്തന്മാർ അവരവിടെ തന്നെ താമസിച്ചു, ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിച്ചു. ആമേൻ. അതുകൊണ്ട് കേരളത്തിലാണ് ഞാൻ പറയും, വിളച്ചിലും വിളവെടുപ്പൊന്നും ഇങ്ങോട്ട്, അതൊക്കെ ഞാൻ പറയും. എനിക്ക് തമിഴിൽ പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് വിരട്ടലും വിളച്ചിലൊന്നും എടുക്കണ്ട. പരിശുദ്ധാത്മാവുള്ളവർ പ്രാഗൽഭ്യത്തോടെ ദൈവവചനം പ്രസംഗിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. അവർ വളരെ കാലം അവിടെ പാർത്തു, പ്രാഗൽഭ്യത്തോടെ ദൈവവചനം പ്രസംഗിച്ചു. അപ്പോഴെന്ത് സംഭവിച്ചു? അടുത്ത വാക്യം. അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നിന്ന് അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ചു. ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി. ജനങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടായി. ഒരു കൂട്ടം ആളുകൾ ആരുടെ കൂട്ടിലായി? യഹൂദന്മാരുടെ പക്ഷത്തിലും ഒരു കൂട്ടം ആളുകൾ അഭിഷിക്തന്മാരായ ദൈവദാസന്മാരുടെ പക്ഷത്തിൽ രണ്ടു കൂട്ടമായി തിരിഞ്ഞു. അങ്ങനെയും ഉണ്ട്. ഈ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു അനുഭവം എനിക്കുണ്ട്. നിങ്ങൾ ചിലരൊക്കെ കണ്ടു കാണും. ഈ തിരുവനന്തപുരത്ത് പെരിങ്ങമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനടുത്ത് ഞാനൊരു കവലെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ വൈറലായി. നിങ്ങൾ കണ്ടു കാണും ചിലരെങ്കിലും. അപ്പം ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കുടിയൻ അവിടെ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതാണ് വീഡിയോ. കണ്ടിട്ടുണ്ടാവും ചിലരെങ്കിലുമൊക്കെ. അപ്പോൾ ഈ കുടിയൻ ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ട് എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അരയെന്ന് മദ്യക്കുപ്പി എടുത്ത് ബാക്കി പകുതിയും കൂടെ കുടിച്ച് എടുത്ത് കളഞ്ഞിട്ട് ഞാൻ ഒന്ന് പ്രസംഗിക്കുമ്പം പുള്ളി എൻ്റെ നേരെ നിന്ന് ഇങ്ങനെ വർത്താനം പറയണം. ഞാൻ പ്രസംഗിച്ച് തീരുന്നവരെ പുള്ളി അവിടെ നിന്നു. നമ്മൾ നിർത്തിയതുമില്ല, പ്രസംഗിക്കുകയും ചെയ്തു. പ്രസംഗം തീർന്നപ്പോൾ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ നാട്ടുകാരായ ചെറുപ്പക്കാരുണ്ട്. ഓട്ടോക്കാരും മറ്റു ചെറുപ്പക്കാർ പയ്യന്മാരൊക്കെ അവിടെയുണ്ട്. പ്രസംഗം തീർന്നപ്പോൾ അവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം കൂടെ വന്ന് ഇവനെ അങ്ങ് ചുമന്നു, പൊക്കിയെടുത്തു. എന്നാടാ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അടിച്ചു തന്നെ ശരിയാക്കുമെന്നും പറഞ്ഞ് അവിടെയുള്ള ആളുകളെല്ലാം കൂടെ വന്ന് ഇവനിട്ട് അടിക്കാൻ പോയി. മനസ്സിലായോ? എന്ന് വെച്ചാൽ അവിടുത്തുള്ളവർ തന്നെ വന്ന് അവനെ കൈകാര്യം ചെയ്തു. അപ്പോൾ ഒരു കൂട്ടം ദൈവാത്മാവിൽ അനുകൂലമായി നിന്നു, ഒരു കൂട്ടം പ്രതികൂലമായി നിന്നു. ഇതാണ് അവിടെ വായിച്ചത്. എന്നിട്ട് അവരെന്ത് ചെയ്തു? അടുത്ത വാക്ക്. അവരെ അപമാനിക്കാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടി ഒരു ആക്രമം ഭാവിച്ചപ്പോൾ ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിക്കുന്ന അഭിഷിക്തന്മാർക്ക് കിട്ടിയ സമ്മാനം: 1 അപമാനം, 2 കല്ലെറി, 3 അക്രമം. ഇന്നും അങ്ങനെയാണ്, അന്നും. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടുത്തെ
കൺവെൻഷൻ എന്നൊക്കെ നടത്തി സുവിശേഷം പറയാതെ ആളുകളെ വെറുതെ സ്റ്റേജിൽ കയറ്റി കഷണ്ടി മുടി കിളിർപ്പിക്കുന്നു, പല്ലിൻ്റെ പോടടയ്ക്കുന്നു. യേശു ഇതാ നിന്റെ പല്ലിൻ്റെ പോടടയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ വട്ടത്തരം കാണിക്കുന്ന ഒത്തിരി താങ്കുവും താരവും ഇല്ലേ ഇവിടെയൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഇവന്മാര്? ഒത്തിരി ഉണ്ട്. അനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുക്ക് തങ്കുവും, പല്ലിൻ്റെ പോടടയ്ക്കുന്ന താരവും, സജിത്ത്, ഇങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. ഇഷ്ടം സൈതൊക്കെ പോയി, കത്തോലിക്ക തിരിച്ചു പോയി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഈ മിമിക്രി കാണിക്കുന്നവർക്കൊന്നും പ്രശ്നമില്ല. സത്യസന്ധമായി ദൈവവചനം പ്രസംഗിക്കുന്നവരുടെ നേരെ പ്രതികൂലങ്ങളുണ്ടാവും. അതൊക്കെ 10-20 വർഷമായി ഇതൊക്കെ സഹിച്ച് പിന്നെ നമ്മുടെ അടുത്ത് വല്ലതും വന്നാൽ പോടാന്ന് പറയാനുള്ള ആംബിയർ നമുക്ക് ഉണ്ട്. അതിനുള്ള ധൈര്യം പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. നീ ഇവിടെ ആരും വിളിച്ചില്ലേലും റോഡിൽ ഇറങ്ങി യേശുവിനെ പ്രസംഗിക്കാനുള്ള ചങ്കൂറ്റം ഇതിൻ്റെ അകത്തുണ്ട്. ഇത്രയൊക്കെ മതി. പക്ഷെ യഥാർത്ഥമായി ദൈവവചനം പ്രസംഗിച്ച അഭിഷിക്തന്മാരുടെ നേരെ അവരെ അപമാനിക്കാൻ തുനിഞ്ഞു, അവരെ കല്ലെറിയാൻ കല്ലെടുത്തു. അവരുടെ നേരെ ഒരു അക്രമത്തിന് മുതിർന്നപ്പോൾ പരിശുദ്ധാത്മാവുള്ള അഭിഷിക്തന്മാർ പറഞ്ഞു, അക്രമത്തിന്റെ വഴി ഞങ്ങൾക്ക് ഇല്ല. പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളൊക്കെ മനസ്സിലാക്കിക്കോണം, അക്രമത്തിന്റെ വഴി നമുക്ക് ഇല്ല. അക്രമത്തിന്റെ വഴി നമുക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ യവന്മാരെയൊക്കെ എപ്പോഴേ കാലേ വാരി അടിച്ചേന്, അല്ലേ? ഇല്ലേ അച്ഛാ? ഞാൻ ഈ കഴിഞ്ഞ ഒരു 4 മാസമാകും ഈ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിനടുത്ത് 3-ാം മൂടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ ഒരു വീട്. ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവമക്കളെല്ലാം എന്നെ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് ഇറങ്ങി അവിടെ അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് ഇവ മുണ്ടൊക്കെ അങ്ങോട്ട് മടക്കി കുത്തിയേച്ച് അവിടെ നിന്ന് അങ്ങോട്ട് പള്ളു വിളിക്കുക, ചീത്ത വിളിക്കുക. അപ്പം ഞാൻ ഈ ദൈവമക്കളെല്ലാം പേടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവനെ അങ്ങോട്ട് നോക്കുക. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുക, ഇവരെല്ലാം തിരിഞ്ഞ് അങ്ങോട്ട്. ഞാൻ പലവട്ടം പറഞ്ഞു പ്രസംഗം ഇവിടെയാണ്, നിങ്ങൾ ഇങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞിട്ടും ഇവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പേടിച്ചിട്ടു. അവസാനം ആ ശുശ്രൂഷയുടെ ആ ഒരു അന്തരീക്ഷം പോകുന്നെന്ന് കണ്ടപ്പം ഗതി കെട്ടിട്ട് ഞാൻ ഈ മൈക്കിൽ കൂടെ പറഞ്ഞു, ഇതിൻ്റെ അപ്പുറത്തെ മിമിക്രി കാണിച്ച് നടന്നതാണ് ഞങ്ങളൊക്കെ. നീ മര്യാദയ്ക്കിരുന്നില്ല, നിന്നെ അടിച്ച് റെഡിയാക്കാനുള്ള ആംബിയർ ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ നിൽക്കുന്നത്, ഈ പുസ്തകം അനുവദിക്കാത്തതുകൊണ്ടാണ്, നീ മര്യാദയ്ക്കിരുന്നോണമെന്ന് പറഞ്ഞു. അപ്പോഴേ അകത്ത് കയറി പോയവൻ യോഗം തീരുന്നവരെ പുറത്ത് വന്നിട്ടില്ല. ചില സമയത്ത് അങ്ങനെയൊക്കെ ആവശ്യം. നമുക്കൊന്നും ചെയ്യാൻ പ്രമാണമില്ല കേട്ടോ, അങ്ങനൊന്നും ആരും ചിന്തിക്കരുത്. അക്രമത്തിന്റെ വഴി നമുക്കില്ല, അത് അവനോട് പറഞ്ഞതാ. ഈ വഴി ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടാ നീ വർത്താനം പറയുന്നതെന്നാ പറഞ്ഞേ. അപ്പൊ ഒരു അക്രമം ഭാവിച്ചപ്പോൾ അഭിഷിക്തന്മാരെന്ത് ചെയ്തു? വായിച്ചേ. അവർ അത് ഗ്രഹിച്ചു, അവരത് മനസ്സിലാക്കി. ലുസ്ത്ര, ദർബ എന്ന ലുക്കവോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശത്തിലേക്ക് ഓടിപ്പോയി. മറ്റു അക്രമത്തിന് മുതിർന്നപ്പോൾ അടിക്കുന്ന വഴി ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞ് അവര് മറ്റു പട്ടണങ്ങളിലേക്ക് മാറിപ്പോയി. അവിടെ ചെന്നിട്ട് അവരവിടെ ബിസ്ക്കറ്റ് കച്ചവടം നടത്തിയെന്നാണോ? പിന്നെന്താ? അവിടെ സുവിശേഷം അറിയിച്ചു പോന്നു. കണ്ടോ? അപ്പൊ പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാരുടെ ലക്ഷണം ഏത് പട്ടണത്തിൽ കൊണ്ടിട്ടാലും അവർ സുവിശേഷം പറയും. ആമേൻ. ഉഴുത്തറയെന്ന് ഓടിച്ച് കളീക്കള വിട്ടാൽ കളീക്കവള സുവിശേഷം പറയും. കളീക്കവളെന്ന് ഓടിച്ച് പാറശാല വിട്ടാൽ പാറശാല പോയി സുവിശേഷം പറയും. പാറശാലയെന്ന് ഓടിച്ച് അമരവിള വിട്ടാൽ അമരവിള സുവിശേഷം പറയും. അമരവിളയെന്ന് ഓടിച്ച് നെയ്യാറ്റിങ്കര വിട്ടാൽ നെയ്യാറ്റിങ്കര സുവിശേഷം പറയും. ദൈവദാസന്മാരെ ഉലകത്ത് എവിടെ കൊണ്ടിട്ടാലും ഞങ്ങൾ സുവിശേഷം പറഞ്ഞിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ അവർ ലുസ്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ സംഭവിച്ച കാര്യമാണ് ഇനി വായിക്കാൻ പോകുന്നത്. വായിച്ചാട്ടെ. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. ഒരു ചെറുപ്പക്കാരൻ പ്രസംഗം കേട്ടോണ്ടിരിക്കുകയാണ്. അവന്റെ പ്രത്യേകത എന്താ? അവൻ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന കാലം മുതൽ അവന്റെ കാലിന് മുടന്തുണ്ട്, നടക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു. അടുത്ത വാക്ക്, അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു.
അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരന്റെ ഉള്ളിൽ യേശുവിനോടുള്ള വിശ്വാസം വലുതാണെന്ന് പരിശുദ്ധാത്മാവിൽ പൗലോസിന് മനസ്സിലായിട്ട് അവനോട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ കാലൂന്നി എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. സംഭവിച്ചത് എന്താ? അടുത്ത വാക്ക്, അവൻ കാലൂന്നി നിവർന്നിൽക്കാന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? യേശു ക്രിസ്തു സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ കഷണ്ടിയിൽ 2 മുടി വരുന്നതോ പല്ലിന്റെ ബോർഡടയ്ക്കുന്ന പരിപാടിയല്ല. ആമേ, മുടന്തൻ കുതിച്ചെഴുന്നേറ്റ് നടക്കും. അത്ര പവറുള്ള നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ കർത്താവിനെ കുറച്ച് കാണരുത്. അതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം. നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യം, ഈ പനിയും തലവേദനയും മാറ്റുന്നവനാക്കി യേശുവിനെ മാറ്റരുത്. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. മുടന്തൻ ചാടി എഴുന്നേറ്റു, കുതിച്ചെഴുന്നേറ്റ് നടന്നെന്നാണ്. അല്ലാതെ ഇപ്പോഴത്തെ ഈ പിള്ളേർ കാണിക്കുന്ന മാജിക്ക് പോലെ ഇൻസ്റ്റാൾമെന്റ് സൗഖ്യമൊന്നും യേശുവിന് ഇല്ല. ഇപ്പൊ ഇൻസ്റ്റാൾമെന്റ് സൗഖ്യമാണ്. ബ്രദർ സൗഖ്യമായിട്ടുണ്ട്, ബ്രദർ വിശ്വസിച്ചോളൂ, ഗ്രാജുവലി ശരിയായിക്കോളും. അങ്ങനെ പറഞ്ഞു വിടുന്ന പരിപാടി യേശുവിന് ഇല്ലായിരുന്നു, ശിഷ്യന്മാർക്കും ഇല്ലായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ യേശു ഒരുത്തനോട് സുഖമായിട്ടുണ്ട്, കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോളും അങ്ങനെ പറഞ്ഞോ? കർത്താവ് ആരെങ്കിലും സൗഖ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത്ഭുതകരമായ സൗഖ്യം അവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം, കർത്താവ് സൗഖ്യമാക്കിയവരാരും ഒന്നുകൂടെ എന്ന് പറഞ്ഞു വന്നിട്ടില്ല. ഉണ്ടോ? യേശു ഒരാളെ സൗഖ്യമാക്കി, അയാൾ പോയി, 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു, ഇന്നലെ ചെയ്തേ അങ്ങോട്ട് ഒത്തില്ല, ശരിയായില്ല, ആ മുഴ ഇപ്പോഴും ചെറുതായിട്ട്, ഒന്നുകൂടെ വന്നിട്ടുണ്ടോ? ഇല്ല. കർത്താവ് സൗഖ്യമാക്കിയാൽ അത് സാക്ഷാൽ സൗഖ്യമാണ്. മനസ്സിലായോ? അപ്പൊ ഈ നല്ല നോട്ടും കള്ളനോട്ടും തിരിച്ചറിയുന്നത് പോലെ ദൈവിക സൗഖ്യം നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ ഈ മാജിക്കുകാരുടെ അടുത്ത് നിന്ന് തല കൊണ്ട് വെച്ചേച്ച് തപ്പി നോക്കേ, ഇപ്പൊ മുഴയുണ്ടോ, ഇപ്പൊ മുഴയില്ല, ഇങ്ങനെയുള്ള വട്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. കാരണം വേദപുസ്തകത്തിൽ കർത്താവോ ശിഷ്യന്മാരോ സൗഖ്യമാക്കിയവരാരും അവരുടെ പുറകെ സാക്ഷ്യം പറയിക്കാൻ കൊണ്ട് നടന്നിട്ടില്ല. ഉണ്ടോ? ഉണ്ടോ? യേശു ഗദരദേശത്ത് ആരെയാ സൗഖ്യമാക്കിയത്? പറ. ലഗ്യോൻ ബാധിച്ചവൻ അല്ലേ? എന്നിട്ട് യേശു അവനോട് പറഞ്ഞോ, എങ്ങനുണ്ട്? സുഖമായി. നാളെ ഞാൻ യെരിഹോ എന്ന പട്ടണത്തിലോട്ട് പോവുക, നീ അങ്ങ് വരണം, എന്നിട്ട് സാക്ഷ്യം പറയണം അവിടെ, അവരും കൂടെ വിശ്വസിക്കാൻ വേണ്ടി കേട്ടോ. വരാൻ കർത്താവെന്ന്. പിറ്റേന്ന് യേശു യെരിഹോവിലെത്തി. എല്ലാ പുരുഷാരും എല്ലാവരും വന്നിട്ടുണ്ടോ? എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു അത്ഭുത സാക്ഷ്യം നിങ്ങളെ കേൾപ്പിക്കാൻ പോവുകയാണ്. ഞാൻ ഇന്നലെ ശുശ്രൂഷിച്ചത് ഗദരദേശത്തായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഭൂതം ബാധിച്ച ഒരുത്തൻ വന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കൽപ്പിച്ചതേ ഉള്ളൂ. അവൻ സൗഖ്യമായി. അവന്റെ അനുഭവം പറയാൻ വേണ്ടി അങ്ങ് ഗദരദേശത്തുനിന്ന് വളരെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത്, ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഉരുണ്ട കല്ലുകളുടെ ഒക്കെ ഇടയിലൂടെ നടന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ചാക്കോച്ചൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് ചാക്കോച്ചനെ കരങ്ങളടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാൻ ചാക്കോച്ചൻ ഇങ്ങോട്ട് വന്നു. ചാക്കോച്ചൻ പറയൂ, എന്തൊക്കെയാണ് അനുഭവങ്ങൾ? പറയൂ. ഞാൻ കല്ലറക്കകത്ത് കിടക്കുമായിരുന്നു. കല്ലറക്കകത്ത് കിടക്കുമായിരുന്നു ദൈവമക്കളെ, കല്ലറക്കകത്ത്. പറയൂ. എനിക്ക് തുണിയൊന്നും ഇല്ലായിരുന്നു, ഞാൻ തുണിയില്ലാതെ കിടക്കുമായിരുന്നു. തുണിയില്ലായിരുന്നു ദൈവമക്കളെ. വാട്ട്, ഇങ്ങനെ വല്ലതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരും മിണ്ടുന്നില്ല. ഈ പാസ്റ്ററെ വിളിച്ചത് ശരിയായില്ലെന്നുണ്ട് ഇന്ന് പറഞ്ഞു വിട്ടേക്കണം. ആമേൻ. അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞു, നീ നിന്റെ നാട്ടിൽ പോയി നിന്നെ സൗഖ്യമാക്കിയവനെ കുറിച്ച് പറയാൻ പറഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് സൗഖ്യം തന്ന കർത്താവിനെയാണ് നമുക്ക് ഉയർത്തേണ്ടത്.
സൗഖ്യം നൽകിയ ബ്രദർമാരുടെ പുറകെ അല്ല നമ്മൾ നടക്കേണ്ടത്. നമുക്ക് സൗഖ്യം നൽകിയ ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ ഉയർത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവുള്ളവൻ അങ്ങനെ ചെയ്യുന്നത്. ബൈബിളിൽ പറയുന്ന പരിശുദ്ധാത്മാവ് എത്ര പേർ കൊണ്ടെന്ന് ഞാൻ നാളെ സഭായോഗത്തിൽ തെളിയിക്കാം. നമ്മൾ വിചാരിക്കുന്ന ഈ അന്യഭാഷ പറയുന്നവരിലെല്ലാം ആത്മാവോടെ ചുമ്മാതാന്ന്. ചുമ്മാ അതൊക്കെ ചുമ്മാതാ. എത്ര പേരിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വാക്യസഹിതം ഞാൻ നാളെ തെളിയിക്കാം സഭായോഗത്തിൽ. അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കണം, അപ്പോൾ എൻ്റെ മേലിരുന്ന എന്തോ ആത്മാവാന്ന്. ബൈബിളിലെ വാക്യം വെച്ച് തെളിയിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്ന ഒന്നുമല്ല. ഓക്കെ, നമുക്ക് നാളത്തേക്ക് വെക്കാം. അപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു, അത്ഭുതകരമായ സൗഖ്യം വെളിപ്പെട്ടു. ഇത് കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? വായിച്ചേ. പൗലോസ് ചെയ്തു പുരുഷാരം കണ്ടിട്ട് ആ നാട്ടിലുള്ള ചേട്ടന്മാരൊക്കെ ഇത് കണ്ടപ്പോ അവരെന്ത് ചെയ്തു? ദേവന്മാർ മനുഷ്യരുടെ രൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. ഈ സൗഖ്യം കണ്ടപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, അയ്യോ എടാ തോമസേ, മമതൂട്ടി, നാരായണ, ഗോപാല, എല്ലാവരും ഓടി വാടാ, ദേവന്മാർ മനുഷ്യന്മാരെ പോലെ ഇറങ്ങി വന്നിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് പൗലോസിനെയും ബർന്നബാസിനെയും ഒക്കെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കാൻ ശ്രമിച്ചു. ശ്രദ്ധിച്ചേ, ആൾ ദൈവങ്ങളാക്കാൻ ശ്രമിച്ചു. പിടികിട്ടിയോ? ഞാൻ ഈ വേദഭാഗം വായിക്കുന്നത് വരെ ഞാൻ വിചാരിച്ചത് ഈ മനുഷ്യന്മാരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കുന്ന പരിപാടി ഇല്ല കരുനാപ്പള്ളിയിൽ അമ്മച്ചിയെ കണ്ട് തുടങ്ങിയതാണെന്നാണ് എൻ്റെ ചിന്ത. പക്ഷേ ഈ പുസ്തകം വായിച്ചപ്പോഴല്ലേ മനസ്സിലായത് കരുനാപ്പള്ളിയിൽ അമ്മച്ചി തുടങ്ങിയതല്ല. പണ്ടേ ഉണ്ട് പരിപാടി, മനുഷ്യന്മാരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കുക. ഇപ്പം നമ്മുടെ നാട്ടിലെ ആൾ ദൈവങ്ങൾ ഇഷ്ടം പോലെ ഇല്ലേ? ഇവിടെ ഇല്ലേ? തമിഴ്നാട്ടിൽ ആൾ ദൈവങ്ങളില്ലേ? ഇന്നാള് പത്രത്തിലൊരു വാർത്ത കണ്ടു, ഒരാൾ ദൈവത്തിന് പനിയാണ്, പ്രാർത്ഥിക്കണമെന്ന്. നമുക്ക് എന്നെ ചെയ്യാൻ പറ്റും? മനുഷ്യന്മാരെ, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യന്മാരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കുക. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഒരു പരിപാടി നാട്ടുകാരെല്ലാം കൂടെ കൂട്ടിയിട്ട് പറഞ്ഞു, ദേവന്മാർ മനുഷ്യന്മാരെ പോലെ ഇറങ്ങി വന്നിരിക്കുന്നു, വാടാ, ഓടി വാടാ, എല്ലാവരും വാടാ, ഓടി വാടാ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ വട്ടം കൂടി എന്ത് ചെയ്തു? വായിച്ചേ. ബർന്നബാസിനെ ഇന്ദ്രനെന്നും പൗലോസ് മുഖ്യപ്രസംഗിയാകയാൽ അവൻ ബുധനെന്നും പേർ വിളിച്ചു. ഈ പ്രസംഗകർക്ക് പുതിയ രണ്ട് പേരും അങ്ങിട്ടു. എന്തൊക്കെയാ? ഇന്ദ്രനെന്നും ബുധനെന്നും രണ്ട് പേരും അങ്ങിട്ടു. പേരിട്ടിട്ട് ഇവരെ അങ്ങ് ആൾദൈവമാക്കി കണ്ണാടി കൂട്ടി കയറ്റാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ അങ്ങോട്ട് തുടങ്ങി. ആമേൻ. എന്താ ചെയ്തത്? വായിച്ചേ. പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും പൂമാല. നിങ്ങൾക്കറിയോ പൂമാല എന്താന്ന്? തമിഴ്നാട്ടിലും പൂമാല തന്നെയല്ലേ? പൂ കൊണ്ടുണ്ടാക്കിയ മാല. വലിയ പൂമാലകൾ കൊണ്ടുവന്ന് ഇവരെ തോളയിലോട്ട് കഴുത്തേലോട്ട് ഇട്ട് സ്വീകരിപ്പാൻ വേണ്ടി കാളക്കിടാങ്ങളെയും പൂമാലകളെയൊക്കെ കൊണ്ടുവന്നപ്പോൾ ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാർ അതിനെ തടഞ്ഞു, നിർത്താൻ പറഞ്ഞു. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിർത്താൻ പറഞ്ഞു. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞ എന്താന്ന്? ഇന്നത്തെ ന്യൂ ജനറേഷൻ പ്രസംഗകരായിരുന്നെങ്കിലോ പൂമാലയിട്ട് സ്വീകരിക്കാൻ വരിക. ഇന്നത്തെ പ്രസംഗകരായിരുന്നെങ്കിലോ ഇടല്ലേ, ഒരു മിനിറ്റ് ഇടല്ലേ. കറക്റ്റ്. സെൽഫി ഇട്ടോളൂ, ഫോട്ടോ എടുക്കുക, നേരെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിടുക. ഞങ്ങൾ ഗുജറാത്തിൽ ചെന്നപ്പോൾ സ്വീകരിച്ച വിധം പൂമാല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാർ അതിനെ അനുവദിച്ചില്ല കേട്ടോ. ഇതൊക്കെ തിരിച്ചറിയണം. ദൈവാത്മാവ് അകത്തുള്ളവർ തടഞ്ഞു. അരുത്, ഞങ്ങളെ പൂമാലയിട്ടൊന്നും സ്വീകരിക്കണ്ട. ഞങ്ങൾ ഈ ലോകത്തിൽ പൂമാലയിട്ട് സ്വീകരിക്കപ്പെടാനുള്ളവരല്ല. ഞങ്ങൾ ക്രൂശിന്റെ മാർഗവുമായി ഇറങ്ങിത്തിരിച്ചവരാണ്. കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ഉപദ്രവമോ വാളോ ആപത്തോ ഇതൊന്നിനും ഞങ്ങളെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന് ഉറച്ച തീരുമാനത്തോടെ ഇറങ്ങിത്തിരിച്ചവരാ. ഞങ്ങൾക്ക് പൂമാല വേണ്ട. ഞങ്ങൾക്ക് ഈ ലോകം നൽകുന്ന ഒരു തരത്തിലുള്ള മേന്മകൾ ഞങ്ങൾക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് അകത്തുള്ളവർ പറഞ്ഞു, അരുത്,
നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്നിട്ട് പറഞ്ഞ വാചകമാണ് നമ്മൾ വായിച്ച കുറിവാക്യം. വായിച്ചേ. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? നിങ്ങൾ എന്തായി കാട്ടിക്കൂട്ടുന്നത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. ഞങ്ങൾക്ക് പ്രത്യേകതയൊന്നുമില്ല, ഞങ്ങളുടെ അകത്തിരിക്കുന്ന യേശുവിനാണ് പ്രത്യേകത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ അകത്തൊരു യേശു ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഹൈദരാബാദിൽ ശുശ്രൂഷയ്ക്ക് കടന്നുപോയി ചില വർഷങ്ങൾക്ക് മുമ്പ്, 1-2 വർഷമായി. അവിടെ വെച്ചൊരു സാക്ഷ്യം കേട്ടു. ഹൈദരാബാദിൻ്റെ ഉൾപ്രദേശങ്ങളിൽ ഒരു ദൈവദാസൻ പ്രാർത്ഥനയ്ക്കൊരു വീട് വാടകയ്ക്കെടുത്ത് പ്രാർത്ഥന തുടങ്ങി. ആ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം ഈ പ്രാർത്ഥനയ്ക്കായി ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു. ആ ഗ്രാമത്തിലുള്ളവരെല്ലാം പ്രാർത്ഥനയ്ക്ക് കൂടുന്ന കണ്ടപ്പോൾ ആ നാട്ടിലെ സുവിശേഷം ഇഷ്ടപ്പെടാത്ത ചേട്ടന്മാർക്ക് ഭയങ്കര ദേഷ്യമായി. ഈ ചേട്ടന്മാരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞു, ഈ ഉപദേശിയെ, ഈ പാസ്റ്ററെ തല്ലണം. അവർ ഇരുമ്പ് വടിയും മരക്കഷ്ണങ്ങളുമൊക്കെയായി പാസ്റ്ററെ തല്ലാൻ 4 ദിവസം പാസ്റ്റർ ചർച്ചിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിവക്കിലുള്ള മരത്തിൻ്റെ പിറകിൽ 4 ദിവസത്തോളം ഓരോ ദിവസവും ഇവർ കാത്തിരുന്നു. 5-ാമത്തെ ദിവസം ഈ കൂട്ടുകാരെ വിളിച്ചപ്പോൾ ആ കൂട്ടുകാരിൽ ഒരുത്തൻ ആക്സിഡൻ്റായി. അവൻ വരാൻ പറ്റിയില്ല ആർക്കും, എല്ലാവരും ആശുപത്രിയിൽ പോയി. ആക്സിഡൻ്റായ കൂട്ടുകാരൻ പിന്നീട് ദൈവത്തെ അറിഞ്ഞു. അവൻ തല്ലാൻ വന്നതിൽ ഒരുത്തൻ ദൈവത്തെ അറിഞ്ഞു. അവൻ ഇതേ ആലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ അവൻ സാക്ഷ്യം പറയുക, 4 ദിവസം ഞങ്ങൾ 5-6 പേര് പാസ്റ്റർ വരുന്ന വഴിയിൽ പാസ്റ്റർ മർദ്ദിക്കാൻ ഇരുമ്പ് വടിയും മരക്കഷ്ണങ്ങളുമൊക്കെയായി ഞങ്ങൾ മരത്തിൻ്റെ പുറകിൽ ഒളിച്ചു നിന്നു. പിന്നെ എന്നാ നിങ്ങൾ തല്ലാഞ്ഞേ? അനി പാസ്റ്റർ ഒറ്റയ്ക്ക് വരുന്നത് നോക്കിയല്ലേ ഞങ്ങൾ നിൽക്കുന്നേ. പാസ്റ്റർ ഒറ്റയ്ക്ക് വരുന്നത് നോക്കിയാ ഞങ്ങൾ നിൽക്കുന്നേ. പക്ഷെ ഞങ്ങൾക്ക് തല്ലാൻ പറ്റിയില്ല. എന്നാ 4 ദിവസവും പാസ്റ്റർ വന്നത് 3 പേരുടെ കൂടെയാണ്. ഹല്ലേലൂയ. ആ ദൈവദാസൻ അത് കേട്ട് കസേരന്ന് താഴെ വീണ് നെടുമ്പാട് വീണ് നിലവിളിച്ച് കരഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹം 4 പേരായല്ല പോയത്. അദ്ദേഹം ഒറ്റയ്ക്ക് പോയപ്പോൾ ഉപദ്രവിക്കാൻ നിന്നവരുടെ കണ്ണിൽ ദൂതന്മാർ ഇടത്തും വലത്തും മുമ്പും ദൂതന്മാർ നടന്നു പോയപ്പോൾ മർദ്ദിക്കാൻ വന്നവൻ വിചാരിച്ചു 4 പേരുണ്ടെന്ന്. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ സാധാരണ മനുഷ്യന്മാരാണ്, പക്ഷെ ഞങ്ങളുടെ അകത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനെ തടുക്കുവാൻ, ആ ദൈവ പ്രവൃത്തി അവസാനിപ്പിക്കുവാൻ ഉലകത്തിൽ ഒന്നിനും കഴിയത്തില്ലെന്നാ പറഞ്ഞത്. സ്വത്രം മർദ്ദിക്കാൻ വന്നവന്റെ കണ്ണി 4 പേരുണ്ട്. സ്തോത്രം. ആ പാവപ്പെട്ട ഉപദേശി അപ്പച്ചൻ ഒരു കൈവീശി അടിക്കാൻ ത്രാണിയില്ലാത്ത പാവം മനുഷ്യൻ നെടുമ്പാട് വീണ് നിലവിളിച്ചു ദൈവത്തെ സ്തുതിച്ചു. ആമേൻ. പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരാണ്. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ളൊരു ദൈവമുണ്ട്. ജീവനുള്ളൊരു ദൈവമുണ്ട്. ആ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഇന്ന് രാത്രി ഞാനും ഈ ദേശത്തോട് വിളംബരം ചെയ്യുന്നു. മനുഷ്യന്മാരെ, നിങ്ങൾ ഈ വ്യർത്ഥമായ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ളൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. അതാണ് ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം വിളിച്ചു പറയുന്ന സുവിശേഷം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ചോദിക്കാം,
എന്താണ് പാസ്റ്ററെ, എന്താണ് ഉപദേശി, പാസ്റ്ററയ്യ, എന്താണ് ഞങ്ങൾ വിട്ടുകളയേണ്ടുന്ന കാര്യങ്ങൾ, എന്താണ് ഞങ്ങൾ വ്യർത്ഥമായി ചെയ്യുന്ന കാര്യങ്ങൾ, അതൊന്ന് പറഞ്ഞു തരാമോ? പൗലോസേ, ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? എന്താണ് മനുഷ്യൻ വ്യർത്ഥമായി ചെയ്യുന്ന കാര്യങ്ങളെന്ന്? റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്തു മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. കണ്ടോ, വ്യർത്ഥരായി തീർന്നു, വ്യർത്ഥമായത് ചെയ്യുന്നു. എന്താ വ്യർത്ഥമായത്? മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും, സകലത്തെയും സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്, പടച്ചവനുണ്ട്, ഈശ്വരനുണ്ട്, ദൈവമുണ്ട് എന്നറിഞ്ഞിട്ടും ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ ദൈവത്തിന് കൊടുക്കാതിരിക്കുന്നു. മനസ്സിലായോ? സകലതും സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ഒരുപക്ഷെ പുറത്തുള്ള ആളുകൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ ദൈവമുണ്ടെന്ന് വിളിച്ചു പറയുന്ന ദൈവദാസന്മാരെ കാണുമ്പോൾ അവർ പറയും ദൈവമൊന്നും ഇല്ല, ഇതൊക്കെ ചുമ്മാ പറയുന്നതാണെന്ന് പറയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവമില്ലെന്നൊരു ചിന്ത ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ 5 മിനിറ്റ് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് നോക്കണം. അത് കഴിയുമ്പോൾ നിങ്ങൾ പറയും ദൈവമുണ്ട്. അല്ലേ? സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവമേ, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ അകത്തുണ്ട് ദൈവത്തിന്റെ കരം. ഇല്ലേ സഹോദരിമാരെ? ഇല്ലേ? കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്കണമെന്ന് ഞാൻ പറഞ്ഞു. കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്കിയാൽ എന്തറിയാം? ദൈവം ഉണ്ടെന്നറിയാം. എങ്ങനെ അറിയാം? തലയിലിരിക്കുന്ന ഈ കറുത്ത സാധനം എന്താ പേര്? മുടി. താടിയായി വളർന്നിറങ്ങുന്ന എന്താണ്? മുടി. മീശയായി വളർന്നു വരുന്ന എന്താ? മുടി. പുരികമായി വരുന്ന എന്താ? മുടി. കണ്ണിന്റെ പീലിയോ? കണ്ണിന്റെ പീലി, മുടി. ഇതെല്ലാം മുടിയല്ലേ? എന്നാൽ തമ്പുരാൻ സൃഷ്ടിച്ചപ്പോൾ വെച്ച വ്യവസ്ഥ, തലമുടിയോടും താടിയോടും ഒക്കെ വളർന്നിറങ്ങിക്കോളാൻ പറഞ്ഞു. കൺപീലിയോട് പറഞ്ഞു പരിധി വിട്ട് വളരരുത്. ആര് വെച്ച നിയമം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ. ജനിച്ച കാലം മുതൽ തലമുടി വളരുന്ന പോലെ, താടി വളരുന്ന പോലെ, മീശ വളരുന്ന പോലെ കൺപീലിയും വളർന്നെങ്കിലോ? ഒരു കൈ കൊണ്ട് ഇങ്ങനെ ചുരുട്ടി പിടിച്ചു വെച്ച് ആരാടി അവിടെ പ്രസംഗിക്കുന്നത്? ഷട്ടർ പൊക്കി വെക്കുന്ന പോലെ. യോ, എന്തൊരു ഗതികേട്! ഒരു കൈ അതിനു വേണ്ടി തന്നെ എപ്പോഴും. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? സ്തോത്രം. വേണ്ട, വേണ്ട. ഈ നെയ്യാറ്റിൻകര കരമന ഈ റോഡ് 6 വരി പാതയാട്ടൊക്കെ നല്ല വികസിപ്പിച്ചിങ്ങനെ ഇരിക്കുകയല്ലേ? നെയ്യാറ്റിൻകരയിൽ നിന്ന് കരമനയിലോട്ട് പോകുന്ന വഴി എന്ത് വീതിയാട്ടൊക്കെ ചെയ്തിട്ടിരിക്കുക അല്ലേ? എന്നിട്ടും എത്ര വണ്ടിയാണ് ഡെയിലി തമ്മിൽ ഇടിച്ച സൈഡിൽ കിടക്കുന്നത് അല്ലേ? അല്ലേ? കണ്ണുകൾ ഉയർത്തി ആകാശമണ്ഡലത്തിലേക്ക് നോക്കിയേ, സൗരയൂഥങ്ങളിലേക്ക് നോക്കിയേ. ഭ്രമണപഥങ്ങളിൽ സഞ്ചരിക്കുന്ന ഒറ്റ ഗ്രഹത്തിന് ഡ്രൈവർ ഉണ്ടോ? ഉണ്ടോ? ഡെയിലി 2 എണ്ണം വെച്ച് ഇടിച്ചോണ്ടിരിക്കുവാണോ? ആണോ? ഈ ഭ്രമണപഥങ്ങളിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളെല്ലാം കൃത്യമായി ഒന്നിനോട് ഡെയിലി 2 എണ്ണം ഡെയിലി ആക്സിഡന്റ് ഉണ്ടോ? ഡ്രൈവർ ഉണ്ടായിട്ടാണോ? ഡ്രൈവർ ഉറങ്ങിപ്പോയി, അങ്ങനെ വാർത്തയുണ്ടോ? അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സർവശക്തൻ ദൈവമില്ലേ? സർവശക്തനായ ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞിട്ടും, മനുഷ്യനെ നിർമ്മിച്ച സകലത്തെയും ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ടെന്ന് മനുഷ്യൻ അറിഞ്ഞിട്ടും അവർ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായി തീർന്നുവെന്ന്. എന്താണ് അവർ വ്യർത്ഥമായി ചെയ്തതെന്ന് അറിയണ്ടേ? അറിയണം. വായിക്കേ. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. ഇപ്പൊ മനുഷ്യന്റെ അകത്തൊരു ചിന്ത കയറി. എന്താ? ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. എന്താ വാക്കിന്റെ അർത്ഥം? എനിക്കെല്ലാം അറിയാം, എന്നെ ആരും
പഠിപ്പിക്കണ്ട. മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവം, ഞാൻ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് പോയി പഠിച്ച ആളാ, എന്നെ ഇതൊന്നും പഠിപ്പിക്കണ്ട, എനിക്കെല്ലാം അറിയാമെന്നാണ് മനുഷ്യന്റെ ചിന്ത. സത്യത്തിൽ ഇവൻ ഒരു കുന്തവും അറിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അതിന് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളുടെ ഈ നാട്ടിൽ ഒരാൾക്ക് ക്യാൻസർ വന്നെന്നിരിക്കട്ടെ, ഉദാഹരണം ക്യാൻസർ. നിങ്ങൾ പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി എന്നിട്ട് പറയാ, ചാക്കോച്ച ക്യാൻസർ ആണെന്നൊക്കെ കേട്ടല്ലോ, അറിയാൻ ഇച്ചിരി താമസിച്ചു പോയി അമ്മാമ്മേ. ചാക്കോച്ച ഞാനൊരു കാര്യം പറയട്ടെ. എന്നാ അമ്മാമ്മേ? ദേ അപ്പുറത്തൊരു ചർച്ച ഉള്ളതറിയാവോ? ഏത്? ഇല്ല, പ്രാർത്ഥനയൊക്കെ നടക്കുന്ന ചർച്ച്. ഇല്ല, വെന്തിക്കോസുകാരുടെ ചർച്ച്. അവിടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക. വലിയ ദൈവപ്രവൃത്തിയൊക്കെയാ വെളിപ്പെടുന്നത്. ചാക്കോച്ചൻ ഒന്ന് അങ്ങോട്ട് പോന്നോ, ക്യാൻസറൊക്കെ ദൈവം സൗഖ്യമാക്കിയാലോ. ഉടനെ ചാക്കോച്ചൻ പറയുന്ന ഡയലോഗ് എവിടെ? പെന്തിക്കോസുകാരുടെ അടുക്കെ. ഞാൻ എൻ്റെ കുടുംബം ഏതാണെന്നറിയാമോ? ഞങ്ങളുടെ കുടുംബകഥ ഏതാണെന്നറിയാമോ? 5 അച്ഛന്മാരുള്ള കുടുംബമായത്, 2 കന്യാസ്ത്രീയും. ഞങ്ങൾ പെന്തിക്കോസുകാരുടെ അടുക്കെ പോകാനും. അതിനേക്കാൾ നല്ലത് ക്യാൻസർ വന്ന് ചാകുന്ന, നീ പോകാൻ പറഞ്ഞു. മനുഷ്യന്റെ സ്വഭാവമാണ് ഞാൻ പറയുന്നത്. പെന്തിക്കോസ് അമ്മാമ്മ ഇങ്ങ് പോരുന്നു. അപ്പൊ വേറൊരാൾ ചെന്നിട്ട് ചാക്കോച്ചനോട് പറഞ്ഞു, ചാക്കോച്ച വയനാട്ടിൽ കേളു വൈദ്യൻ എന്ന് പറഞ്ഞ ഒരു വൈദ്യനുണ്ട്, എല്ലാ രോഗവും മാറ്റുമെന്നാ കേൾക്കുന്നേ, പോയാലോ? ഉടനെ ചാക്കോച്ചൻ, എടുക്കടാ വണ്ടി, വിടടാ വയനാട്. വിട്ടു, നേരെ വയനാട്. കേളു വൈദ്യൻ നോക്കിയിട്ട് പറഞ്ഞു, ചാക്കോച്ച ഇത് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന കേസല്ല, ഒരു കാര്യം ചെയ്യും, കർണാടകയിൽ ഒരു കക്ഷിയുണ്ട്, അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. വിടടാ വണ്ടി, വയനാട്ടിൽ നിന്ന് നേരെ മൈസൂർ വഴി കർണാടകയ്ക്ക് വിടാൻ പറഞ്ഞു. കർണാടക വിട്ടു. കർണാടക ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ നോക്കി വെച്ച് പറഞ്ഞു, ഇത് ഇച്ചിരി കൂടിപ്പോയി, എൻ്റെ കയ്യിൽ നിൽക്കത്തില്ല, ഒരു കാര്യം ചെയ്യും, സാറ് നേരെ ഡൽഹിക്ക് വിട്ടോ, അവിടെ കേന്ദ്രമന്ത്രിമാർക്ക് വേണ്ടി ചികിത്സിക്കുന്ന ഒരു പ്രത്യേക വിങ് ഇപ്പോൾ ഉണ്ട്, അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. എന്നാ വണ്ടി ഒതുക്കടാ, അടുത്ത ഫ്ലൈറ്റ് എടുക്കടാ. ബാംഗ്ലൂർ ഫ്ലൈറ്റ് എടുത്ത് നേരെ ഡൽഹിക്ക് പോയി. ഡൽഹി ചെന്നപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇത് ഇച്ചിരി കൂടിപ്പോയി, ഒരു കാര്യം ചെയ്യും, വേഗം മലേഷ്യക്ക് വിട്ടോളാൻ. നേരെ അടുത്ത ഫ്ലൈറ്റ് എടുത്ത് മലേഷ്യക്ക് പോയി. മലേഷ്യ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ നോക്കി വെച്ച് പറഞ്ഞു, ഇനി നിങ്ങൾ ലോകത്തിൽ എവിടെ കൊണ്ടുപോയാലും ഇതിന് ചികിത്സയില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ചാക്കോച്ചൻ വീണ്ടും എവിടെ വന്നു? കുഴിത്തുറയിൽ വന്നു. അപ്പൊ ഇല്ല, അമ്മച്ചി അവിടെ ചെന്നിട്ട് പറഞ്ഞു, ചാക്കോച്ച ദേ ആ ചർച്ചിൽ ഇനി 3 ദിവസവും കൂടെ ഉള്ളൂ പ്രാർത്ഥന, ഒന്ന് അങ്ങോട്ട് പോയാലോ? എന്നാ പിന്നൊന്ന് പോകാം. അതല്ലേ മനുഷ്യൻ? ആരോഗ്യത്തോടിരിക്കുമ്പോൾ ഇവന്റെ പിറകെ നടന്ന് തമ്പുരാൻ വിളിക്കും, ഇവൻ വരൂല. കണ്ണും കരളും കിഡ്നിയും ഒക്കെ അടിച്ചു IC യൂണിറ്റിൽ കിടക്കുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ പാസ്റ്ററെ തപ്പി നടക്കുന്നത്. എടാ മനുഷ്യന്മാരെ, ആരോഗ്യത്തോടിരിക്കുമ്പോൾ ദൈവം പറയുന്നത് കേക്ക്. ആരോഗ്യത്തോടിരിക്കുമ്പോൾ ദൈവം നിന്റെ പിറകെ നടന്ന് വിളിക്കുക, നീ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് വാ. കണ്ണും കരളും കിഡ്നിയും ഒക്കെ അടിച്ചു പോയിട്ട് ഉപദേശം തപ്പി നടക്കാതെ ആരോഗ്യത്തോടിരിക്കുമ്പോൾ തമ്പുരാൻ നിന്റെ പുറകെ നടന്ന് വിളിക്കുക, നീ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വാ, ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വാ. ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞത്, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ മൂഢരായിപ്പോയി. എല്ലാം അറിയാമെന്ന ചിന്ത, പക്ഷെ ഒന്നും അറിയത്തില്ല. എന്നിട്ട് അവരെന്താ ചെയ്തത്? അടുത്ത വാക്കൊന്ന് വായിച്ചേ. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ശ്രദ്ധിച്ചേ, സർവശക്തനായ സകലത്തെയും സൃഷ്ടിച്ച മഹാദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യന്മാർ ആർക്ക് കൊടുക്കാൻ തുടങ്ങി? സ്രഷ്ടാവിനെ മറന്നിട്ട് സൃഷ്ടിയെ ദൈവം എന്ന് വിളിച്ചു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ പങ്കുവെച്ചു. ആർക്കൊക്കെ?
മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയ്ക്ക് മഹത്വം കൊടുക്കാൻ തുടങ്ങി. തമിഴ്നാട്ടിലുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഇതിനെ നാലിനെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടി വെച്ചാണ് മഹത്വം കൊടുക്കുന്നത്. അറിയാമോ? നാൽക്കാലി ആരാ? കുതിര. മനുഷ്യൻ അതിൻ്റെ പുറത്ത്, ഇഴജാതി കീഴെ പാമ്പ്. ഇപ്പൊ പറവജാതിയോ പടത്തിലോട്ട് നോക്കിയാൽ കാണാം ഈ ഇഴജാതിക്ക് 2 ചിറക് വരച്ചു വെച്ചിട്ടുണ്ട്. കുന്തവും കൊണ്ട് ഇങ്ങനെ കണ്ടിട്ടില്ലേ? ഇവിടെ ഒന്നും ഇല്ലയോ? ഗീവർഗീസ് അണ്ണൻ, മനസ്സിലായോ? സർവശക്തനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, അവർ സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് കൊടുത്തു. മനുഷ്യന്മാരെ പിടിച്ച് ദൈവങ്ങളാക്കി, ആൾ ദൈവമാക്കി മഹത്വം കൊടുത്തു. നാൽക്കാലിക്ക് മഹത്വം കൊടുത്തു, പറവജാതിക്ക് മഹത്വം കൊടുത്തു, ഇഴജാതിക്ക് മഹത്വം കൊടുത്തു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഇഴജാതിയും പലർക്ക് എന്തുവാ ദൈവമാ. ഈ പാമ്പ് ചിലർക്കൊക്കെ എന്തുവാ ദൈവമാ. പക്ഷെ ദൈവം വീട്ടിൽ വന്നാലോ വാവ സുരേഷിന് അല്ലേ? ദൈവ സ്നേഹമല്ലേ? അല്ലേ? ആ, ദൈവ സ്നേഹമല്ലേ? അപ്പൊ ദൈവ സ്നേഹം കൊണ്ട് അന്വേഷിക്കാൻ വന്ന എല്ലാ വർഷവും എൻ്റെ അടുത്ത് വരുന്ന രമണി ഇപ്രാവശ്യം വന്നില്ലല്ലോ, രമണിക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാൻ വേണ്ടി സ്നേഹത്തോടെ വീട്ടിൽ വന്നതാ. അപ്പൊ രമണി താണ്ട കാറിൽ കൂവി വാവാ സുരേഷനെ വിളിച്ചു. ഇതൊക്കെ തിരിച്ചറിയാൻ ഡിഗ്രി വേണോ? തലയ്ക്കകത്ത് ആള് താമസം ഉണ്ടായാൽ പോരെ? ഡിഗ്രി വേണോ? സത്യദൈവത്തെ തിരിച്ചറിയാൻ ഡിഗ്രി കൊണ്ടല്ല, അറിവ് കൊണ്ടല്ല, പഠനം കൊണ്ടല്ല. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവൻ. ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം മനുഷ്യന്മാരോട് വിളിച്ചു പറയുക, അക്ഷയനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ അവർ സ്രഷ്ടാവിനെ മറന്നു. മനുഷ്യൻ സ്രഷ്ടാവിനെ മറന്നു. പകരം സൃഷ്ടിക്ക് മഹത്വം കൊടുക്കുന്ന വ്യർത്ഥമായ കാര്യങ്ങളെ വിടണം. ഹല്ലേലൂയ. മനുഷ്യൻ വ്യർത്ഥമായ കാര്യങ്ങൾ വിടണം. എന്താ വിടേണ്ടത്? സൃഷ്ടാവിനെ തിരിച്ചറിയണം. ഇന്ന് രാത്രി എന്തിനാ പണം മുടക്കി ഇങ്ങനൊരു യോഗം ഇവിടെ നടത്തുന്നെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഈ ദേശത്തുള്ള ജനങ്ങൾ സൃഷ്ടാവിനെ അറിയണം, സൃഷ്ടിച്ചവനെ അറിയണം, ജീവനുള്ള ദൈവത്തെ അറിയണം, ജീവിക്കുന്നൊരു ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നു, സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. അതിന് ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങ് പറയാം. മനുഷ്യരെ സൃഷ്ടിച്ചതാര്? പോരാ, ഉത്തരം പോരാ. ഒന്നുകൂടെ ചോദിക്കാം. മനുഷ്യരെ സൃഷ്ടിച്ചതാര്? ഉറക്ക ഒന്നുകൂടെ. മനുഷ്യനെ സൃഷ്ടിച്ചതാര്? ദൈവം. ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കും, അതിൻ്റെ കൂടെ ഉത്തരം പറയണം. ഇതേപോലെ ഉറക്കെ പറയണം. മനുഷ്യരെ സൃഷ്ടിച്ചതാര്? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്നതാര്? മനസ്സിലായില്ലേ? ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മനുഷ്യൻ. എങ്ങനെ വേണോ അവൻ ഉണ്ടാക്കി തരും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, കളർ വേണോ, ലിപ്സ്റ്റിക് ഇട്ട വേണോ, ഇടാത്ത വേണോ, ഇരിക്കുന്ന വേണോ, നടക്കുന്ന വേണോ, കിടക്കുന്ന വേണോ, ആരുണ്ടാക്കി തരും? മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന ഇവനാണ് ആരെ സൃഷ്ടിക്കുന്നത്? ഹല്ലേലൂയ. ഇവിടുത്തെ മന്ത്രിയായാലും MLA ആയാലും MP ആയാലും പണമുള്ളവനായാലും അംബാനി ആയാലും ഒരു രോഗം വന്ന ആശുപത്രി കൊണ്ടു ചെന്നാൽ അവനെ ചികിത്സിക്കുന്ന MBBS ഡിഗ്രി പഠിച്ച ഡോക്ടർമാര്
അവരെ കൊണ്ടാവുന്നത് മുഴുവൻ ചെയ്തിട്ട് ഒരു വാക്ക് പറയും, ഞങ്ങളെ കൊണ്ട് ഒക്കുന്നത് ഞങ്ങൾ ചെയ്തു, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയും. സകലമാന ഡിഗ്രിക്കും മേലെയാണ് ദൈവം, സകലവിധമാകുന്ന ഡിഗ്രിക്കും മേലെയാണ് ദൈവം, സകലവിധമാകുന്ന പണച്ചാക്കുകൾക്കും മേലെയാണ് ജീവിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഹേ ദേശമേ, ജീവനുള്ള ദൈവത്തെ അറിയണം, സൃഷ്ടാവിനെ അറിയണം. ഹല്ലേലൂയ. മനുഷ്യർ സൃഷ്ടാവിനെ അറിയണം, മനുഷ്യൻ സൃഷ്ടാവിനെ അറിയണം. സൃഷ്ടാവിനെ മറന്നുകൊണ്ട് സൃഷ്ടിക്ക് മഹത്വം കൊടുക്കുന്ന മൂഢത്വം വിട്ടിട്ട് ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. അതാകുന്നു ഞങ്ങൾ ദേശത്തോട് വിളംബരം ചെയ്യുന്ന സുവിശേഷം. മനസ്സിലായോ? അപ്പൊ മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നു, സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു, ജീവനുള്ള ദൈവത്തെ മറന്നു. മനുഷ്യൻ ദൈവത്തെ നിർമ്മിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അല്ലേ? നോക്കണം എന്ത് കഷ്ടമാണെന്ന് നോക്കി. ഈ പീറ മനുഷ്യൻ, ഈ മനുഷ്യനാണ് പനി പിടിച്ച് വയ്യാണ്ടായാൽ ഒരു ചെറിയ വൈറസ്, കോവിഡ്, ഒരു സോപ്പ് കുമിളയ്ക്കകത്ത് ചത്തുപോകുന്ന സാധനം ഒന്ന് അകത്തോട്ട് കയറിയാൽ ചത്തുപോകുന്ന ഈ പീറ മനുഷ്യനാണ് സർവശക്തനായ ഈശ്വരനെ, സർവശക്തനായ പടച്ചവനെ, സൃഷ്ടാവിനെ അവൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എന്തൊരു പരാജയമാണ്, എന്തൊരു വിഡ്ഢിത്തരമാണ്. ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. മനുഷ്യൻ ഈ വ്യർത്ഥമായ കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കണം. സൃഷ്ടാവിനെ മറന്നിട്ട് സൃഷ്ടിയുടെ പുറകെ പോകുന്ന മൂഢത്വം വിട്ടുകളഞ്ഞ്, വ്യർത്ഥമായ കാര്യങ്ങളെ വിട്ടുകളഞ്ഞിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് മനുഷ്യൻ തിരിയണം എന്നുള്ള സുവിശേഷം ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച സർവശക്തനായ ദൈവം ദേശത്തോട് വിളംബരം ചെയ്യുകയാണ്. ദേശവാസിയേ, നീ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഷമീറും സിയാദും നസീറും നാരായണനും ഗോപാലനും മമ്മദ് കുട്ടിയും ജോസഫ് കുട്ടിയും പേര് മാറാതെ സർട്ടിഫിക്കറ്റ് മാറാതെ ഒന്നിച്ചിരുന്ന സൃഷ്ടാവിനെ ആരാധിക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉലകത്തിലുള്ളൂ. അതാണ് ഈ കാണുന്ന ദൈവസഭ. ഈ ദൈവസഭയ്ക്കകത്ത് ജാതിയില്ല, മതമില്ല, വർഗമില്ല, കളറില്ല, കൊടിയില്ല, രാഷ്ട്രീയമില്ല. അതിൻ്റെ അപ്പുറത്ത് സൃഷ്ടാവിനെ, സൃഷ്ടിയായ മനുഷ്യൻ ഒന്നിച്ചിരുന്ന സൃഷ്ടാവിനെ ആരാധിക്കുന്ന സ്ഥലമാണ് ദൈവസഭ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. അടുത്ത ചിന്ത, പാസ്റ്റർ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ ഇതെന്തുകൊണ്ടാണ് ഇവിടുത്തെ ഡിഗ്രിയുള്ള മനുഷ്യർക്ക് പോലും ഇത് മനസ്സിലാകാത്ത? എന്താണ്? നമ്മുടെ നാട്ടിൽ ഡിഗ്രിയുള്ള മണ്ടന്മാരില്ലേ? എക്സിക്യൂട്ടീവ് മണ്ടൻ. ഡിഗ്രിയുള്ള മണ്ടന്മാരില്ലെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മിണ്ടുന്നില്ല, ഇല്ലേ? ഞാൻ പറയാം ഒരു മണ്ടൻ്റെ കാര്യം. ഞാനൊരിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ, ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആ ഫുട്പാത്തിൽ വന്ന് ഒരു ഷീറ്റ് എടുത്ത് ഇങ്ങനെ വിരിച്ചു ഫുട്പാത്തിൽ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി. അപ്പോൾ ഇവനൊരു ചെറിയ ബോക്സ് ഇതുപോലത്തെ, ഇത്രയൊന്നുമില്ല, ഇതിൻ്റെ ഒരു കുഞ്ഞു ബോക്സ്, ഇത്രയുള്ള ഒരു ബോക്സ് എടുത്ത് അവിടെ വെച്ചു. ഒരു മൈക്ക് എടുത്ത് കയ്യെ പിടിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, പരസ്യയോഗമായിരിക്കും. അപ്പം എൻ്റെ മനസ്സിൽ സന്തോഷം. എന്നാൽ മൈക്ക് മേടിച്ച് 2 വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ച് ഞാനും ഇങ്ങനെ തൂണിൻ്റെ പിറകി ഇങ്ങനെ മാറി നിന്നു. ഇവനെല്ലാം സെറ്റ് ചെയ്യട്ടെന്ന് വിചാരിച്ചു. എന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്തു? ചെറിയ 4 പാത്രം, ഇത്രയുള്ളൂ, 4 ബൗൾ പാത്രം എടുത്ത് അവിടെ അങ്ങ് നിരത്തി വെച്ചു. എന്നിട്ട് ഈ ബാഗിൻ്റെ അകത്തുനിന്ന് കുറച്ച് മോതിരങ്ങൾ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടു. എന്നിട്ട് ഈ മൈക്ക് എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് അവൻ വിളിച്ച് പറയുകയാണ്, ശങ്കിച്ചിരിക്കേണ്ട, മടിച്ചിരിക്കേണ്ട സുഹൃത്തുക്കളെ, കടന്നു വരുവിൻ. അപകടമനർത്ഥം, ബാധം, ഭൂതം, പ്രേതം എല്ലാം മാറിപ്പോകുന്ന പഞ്ചലോഹം മോതിരം 10 രൂപ. മനസ്സിലായില്ല? ശങ്കിച്ച് നിൽക്കേണ്ട, മടിച്ച് നിൽക്കേണ്ട സുഹൃത്തുക്കളെ, കടന്നു വരുവിൻ. അപകടം, അനർത്ഥം, ബാധം, ഭൂതം, പ്രേതം എല്ലാം മാറിപ്പോകുന്ന പഞ്ചലോഹ മോതിരം 10 രൂപ. ഇപ്പം മനസ്സിലായി? അപ്പോഴാണ് ഞാനിത് കണ്ടോണ്ടിരുന്നിട്ട് അയ്യേ ഇതായിരുന്നു പരിപാടി എന്ന് അങ്ങനെ വിചാരിച്ചു. എന്തേലും ആട്ടെ. ഞാൻ ഇച്ചിരി നേരം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നല്ല പാൻറ്റും
കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഒരു എക്സിക്യൂട്ടീവ് മണ്ടൻ, അവനാണ് എക്സിക്യൂട്ടീവ് മണ്ടൻ. ഇവൻ വരികയാണ്. ഇപ്പം വന്നിട്ട് ചോദിച്ചു, എന്താ വില? ഉടനെ അവൻ പറഞ്ഞു, 10 രൂപ സാർ, 10 രൂപ. അപകടം, അനർത്ഥം, ബാധം, ഭൂതം, പ്രേതം എല്ലാം മാറിപ്പോവും, പഞ്ചലോകം, 10 രൂപ, 10 രൂപ. അപ്പം ഇത് കേട്ടപ്പോൾ അവൻ എല്ലാം നോക്കിയിട്ട് ഒരെണ്ണം എടുക്കണ്ട, ഒരു മോതിരം 10 രൂപ കൊടുത്ത് മേടിച്ചു. എന്നിട്ട് ഇത് ഇങ്ങനെ വിരലിലോട്ട് അങ്ങോട്ട് ഇട്ടച്ച് എന്തോ കിട്ടിയതുപോലെ ഇവൻ്റെ അവർ നടത്ത് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ചിരിച്ചു പോയി. കാര്യം എന്തെന്നറിയാവോ? ഈ വിൽക്കുന്നവൻ്റെ കയ്യിൽ 100 മോതിരമുണ്ട്, എന്നിട്ടും അവൻ എവിടാ? ഫുട്പാത്തിൽ. പോലീസുകാർ വന്ന് ആരുടെ അവിടെ എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കെട്ടിക്കൊണ്ട് അവൻ്റെ അനർത്ഥം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴാണ് ഈ ഒരെണ്ണം മേടിച്ചിട്ടവൻ എന്തോ കിട്ടിയെന്ന് പറഞ്ഞ് പോകുന്ന പോക്ക്. അവനല്ലേ എക്സിക്യൂട്ടീവ് മണ്ടൻ, ഡിഗ്രി ഉള്ള മണ്ടൻ അവൻ. ഇനി എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഈ രാവിലെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പത്രം എടുത്തിങ്ങനെ നോക്കി. പത്രം എടുത്ത് വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയേക്കാണ്, കോവിഡിൻ്റെ സമയം അങ്ങോട്ട് കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ഞെരുങ്ങി നിൽക്കുക, കോവിഡൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം അതിനകത്ത് എഴുതിയേക്കും, ധന ആകർഷണ ഭൈരവ യന്ത്രം. ധനം, പണം ആകർഷിച്ചു കൊണ്ടുവരുന്ന യന്ത്രം. കണ്ടപ്പോൾ സന്തോഷം. ഞാൻ നമ്പറിൽ വിളിച്ചു, ചുമ്മാ രസമല്ലേ. ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ കോവിഡൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഞെരുക്കത്തിരിക്കുക, ഈ യന്ത്രം അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചാൽ പണം ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ശരി, എത്ര രൂപ വിലയാന്ന് ചോദിച്ചു. ഒരെണ്ണം 5000 രൂപയേ ഉള്ളൂ. 5000 രൂപ. ഞാൻ പറഞ്ഞു, ഇത്ര യന്ത്രം കയ്യിലുണ്ടായിട്ടും നിങ്ങളിത് 5000 രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒഴുക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേ ഫോൺ വെച്ചു. ഇവൻ്റെ കയ്യിൽ ഇത്ര യന്ത്രം ഇരിപ്പുണ്ട്, എന്നാലും ഇവൻ ഫ്രീ ആയിട്ട് കൊടുക്കൂല. അവൻ ഫോൺ വെച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ പിണറായി സഖാവിന് ഒരെണ്ണം കൊടുക്കാൻ, കേരളത്തിന് കടം കൊണ്ട് നിൽക്കാൻ വയ്യ. ആമേൻ. അപ്പൊ എക്സിക്യൂട്ടീവ് മണ്ടന്മാരുണ്ട്. കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന ഈ കാര്യങ്ങൾ ഇത്ര കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടും ഒരു കൂട്ടം ആളുകൾക്ക് എന്താ പാസ്റ്ററെ ഇത് മനസ്സിലാകാത്തെന്നൊരു അത്ഭുതകരമായ ചോദ്യമല്ലേ? ആ ചോദ്യത്തിനൊരു മറുപടി വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. എന്താ ഇത് ആളുകൾക്ക് മനസ്സിലാകാത്തത്? 2 കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 3-4 വാക്യങ്ങളൊന്ന് വേഗത്തിൽ വായിച്ചേ. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് എത്രേ മറഞ്ഞിരിക്കുന്നു. അപ്പൊ കണ്ടോ, പൗലോസ് പറയുന്നു, ഞങ്ങളുടെ സുവിശേഷം കുറെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? മറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിച്ചേ, എന്താ മറഞ്ഞിരിക്കുന്നത്? സുവിശേഷം. എന്താ സുവിശേഷം? ജീവനുള്ള ദൈവം. അപ്പൊ ജീവനുള്ള ദൈവം ചില ആളുകൾക്ക് മറഞ്ഞിരിക്കുന്നെങ്കിൽ ആർക്കാ മറഞ്ഞിരിക്കുന്നെന്നാ വായിച്ചേ? നശിച്ചു പോകുന്നവർക്ക് എത്രയും മറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് ആരുടെ തലയിലാ ഇത് കേറാത്തെ? നരകത്തിലേക്ക് ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിരിക്കുന്നവരുടെ തലയിൽ ഇത് കേറൂല. നമ്മൾ ഇനി എങ്ങനൊക്കെ പറഞ്ഞു കൊടുത്താലും, ഒരു കൊച്ചു കുട്ടിക്ക് മനസ്സിലാകുന്ന പോലെ പറഞ്ഞു കൊടുത്താലും, നരകത്തിലേക്ക് ടിക്കറ്റ് റിസർവേഷൻ ചെയ്ത പിശാച് വലിച്ചു കൊണ്ടുപോകുന്ന ഒരുത്തൻ്റെയും തലയിലേക്ക് ഇത് കയറുന്നില്ല. എന്തുകൊണ്ട് കയറുന്നില്ല? അടുത്ത വാക്യം, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. കണ്ടോ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ഈ വെളിച്ചം, പ്രകാശം, സുവിശേഷത്തിന്റെ പ്രകാശം മനുഷ്യന്റെ അകത്തോട്ട്, മനുഷ്യന്റെ കുടുംബത്തോട്ട്, മനുഷ്യ ജീവിതങ്ങളിലേക്ക്, ഇരുട്ടിൽ കിടക്കുന്ന മനുഷ്യർക്ക് ഈ വെളിച്ചം അകത്തോട്ട് ചെന്ന് അവനൊന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന അനുഭവത്തിലേക്ക് അവൻ വരാതിരിക്കുവാൻ
മനുഷ്യൻ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാതിരിക്കാൻ വേണ്ടി ഈ ലോകത്തിൻ്റെ ദൈവം അവൻ്റെ മനസ്സിനെ കുരുടാക്കി. പാസ്റ്ററെ, എന്താ പാസ്റ്ററെ ഈ ലോകത്തിൻ്റെ ദൈവം? അതിനെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്ന പേരാണ് പാപം. ആമേൻ. പാപം എന്ന് പറയുന്ന ഒരുത്തൻ ഈ ലോകത്തെ ഭരിക്കുന്നു. അവൻ്റെ പേരാണ് ഈ ലോകത്തിൻ്റെ ദൈവം. പാപം. മനുഷ്യൻ്റെ അകത്ത് പാപമെന്ന ഇരുട്ട് കുടിയിരിക്കുന്നു. ആ ഇരുട്ട് പുറത്തു പോകണമെങ്കിൽ സുവിശേഷത്തിൻ്റെ പ്രകാശം അകത്തോട്ട് ചെല്ലണം. ഇന്ന് ഈ ആരാധന നടക്കുന്ന ഹോളിൻ്റെ അകത്ത് ഇരുട്ടില്ലാത്തത് എന്താ? എന്താ? ഈ ഹോളിൻ്റെ അകത്ത് ഇരുട്ട് വരത്തില്ലേ? വരത്തില്ലേ? വരും. വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വെളിച്ചം മുഴുവൻ ഓഫ് ചെയ്താൽ ഇവിടെ എന്ത് വരും? ഇരുട്ട് വരും. ഈ ഇരുട്ട്, വെളിച്ചം വന്നാൽ ഇരുട്ട് എന്ത് ചെയ്യും? വഴിമാറും. മനുഷ്യന്റെ ഹൃദയക്കൂടിൻ്റെ അകത്തിരിക്കുന്ന പാപമെന്ന് പറയുന്ന ഇരുട്ട് യേശു എന്ന് പറയുന്ന വെളിച്ചം അകത്തോട്ട് വരുമ്പോൾ അകത്തു കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിൽ നിന്ന് അവൻ മനുഷ്യൻ പ്രകാശത്തിലേക്ക് നയിക്കപ്പെടുമ്പോഴാണ് അവൻ അനുഗ്രഹിക്കപ്പെടുന്നത്, അവൻ ദേശത്ത് മാനിക്കപ്പെടുന്നത്, അവൻ ദൈവ മക്കളായി മാറുന്നത്, അവൻ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുന്നത്. മനസ്സിലായോ? ഇതിൽ കൂടുതൽ എങ്ങനെ പറയും? അപ്പൊ നമ്മൾ ഇത് വിളിച്ചു പറയുമ്പോൾ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് മനുഷ്യൻ പാപിയല്ല. മനുഷ്യൻ പാപിയൊന്നുമല്ല. ഈ പാസ്റ്റർമാർ ചുമ്മാ പറയുന്നതാണ് മനുഷ്യൻ പാപിയാ. മനുഷ്യൻ പാപിയല്ലല്ലോ. മനുഷ്യൻ പാപിയല്ലെന്ന് പറയുന്നവരാരെങ്കിലും ഈ ശബ്ദത്തിന്റെ പരിധിയിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം ഇവിടെ പാപിയുണ്ടോന്ന്. കടയടച്ചു പോയിട്ടെ കടയ്ക്ക് പൂട്ടിടൂ. എന്നിട്ട് ആ പൂട്ടി പിടിച്ചൊന്ന് കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി വെച്ചാ വീട്ടിൽ പോകുന്നത്. എന്നിട്ടും പുള്ളിക്ക് ഉറക്കം കിട്ടാതെ വന്നപ്പോൾ CCTV വെച്ചു കടയില്. എന്തിന്? മനുഷ്യൻ പാപിയായതുകൊണ്ട്. നമ്മുടെ നാട്ടിലെ സഹോദരിമാര് ചോദിക്കുക, രാത്രി ഉറങ്ങുമ്പോൾ കതകടച്ച് കൊളുത്തിട്ട് ഓടാമ്പലും പിടിച്ചിട്ടു, എന്നിട്ട് ഇപ്പൊ കതകിന്റെ പുറകിൽ ചട്ടിയും കലവും വാരി അടുക്കി വെച്ചാണ് ഉറങ്ങുന്നതെന്ന്. ആരെ പേടിച്ച്? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? ആണോ? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? അല്ല, പിന്നെ ആരെ പേടിച്ച്? മനുഷ്യന്മാരെ പേടിച്ച്. പുലി ഇറങ്ങുമെന്ന് പേടിച്ചല്ല, ഇരുകാലി മനുഷ്യന്മാരെ ഭയന്നിട്ട്. ഒരു 10-11 മണി കഴിഞ്ഞാൽ ഒരു പെൺകുഞ്ഞിന് ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോയിട്ട് ഒറ്റയ്ക്ക് തിരിച്ചു വരാനുള്ള ധൈര്യമില്ലാത്തത് പുലി ഇറങ്ങുമെന്ന് പേടിച്ചല്ല, ഇരുകാലി മനുഷ്യന്മാരെ പേടിച്ചിട്ട്. കാരണം വേദപുസ്തകം പറയുന്നു, പാപമെന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് കുടിയിരിക്കുന്നു. അപ്പൊ ചില ആളുകൾ പറയും, നീങ്ക சொன்னது ശരിതാ അല്ലേ, നിങ്ങൾ പറഞ്ഞത് ശരിയാ, മനുഷ്യൻ പാവിയാ. പക്ഷെ ഞാൻ അങ്ങനല്ല. അതെന്നാ? അല്ല, ഞാൻ ഇതുവരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പാപിയല്ലല്ലോ എന്ന്. ഇവിടെ അടുത്ത ഒരു ചേട്ടൻ ഒരു മൂർഖൻ പാമ്പിനെ വളർത്തുന്നുണ്ടെന്ന് ചിന്തിക്കുക. ഉദാഹരണം, ഈ പാമ്പ് ഇന്നുവരെ ആരെയും കടിച്ചിട്ടില്ല, അതുകൊണ്ട് അതിന് വിഷമില്ലെന്ന് പറഞ്ഞ് വായി കൈ കൊണ്ട് വെക്കുവോ? ഉണ്ടെന്നില്ല. ഇന്നുവരെ കടിച്ചിട്ടില്ല. ഓക്കെ, ഇന്നുവരെ കടിച്ചിട്ടില്ല എന്ന് കരുതി വായി കൈ കൊണ്ട് വെച്ചാൽ കടിക്കും. കടിച്ചാലോ ചാകും. ഇന്നുവരെ കടിച്ചിട്ടില്ല, അതുകൊണ്ട് വിഷമില്ലെന്ന് പറയരുത്. ആമേൻ. ഒരിക്കൽ കടിച്ചാൽ വിഷം പുറത്തു വരും. അതിൻ്റെ തെളിവാണ് ഇന്നലെ വരെ നമ്മുടെ മുമ്പിൽ കൂടെ മാന്യന്മാരായി ജീവിച്ച പല ആളുകളും ഇന്ന് സർക്കാരിൻ്റെ ഇരുമ്പഴിക്കകത്ത് കിടക്കാൻ കാരണം എന്താ? ഇന്നലെ വരെ അവർ നമ്മുടെ മുമ്പിൽ മാന്യന്മാരായിരുന്നു. ഇന്ന് അവരുടെ അകത്തിരുന്ന പാപത്തിൻ്റെ വിഷം പുറത്തു വന്നു. സകല മനുഷ്യൻ്റെയും ഉള്ളിൽ പാപമെന്ന് പറയുന്ന ഇരുട്ട് കുടിയിരിക്കുന്നു. വേദപുസ്തകം പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, മനുഷ്യൻ പാപത്തിലായി. പാപം മനുഷ്യന്റെ അകത്ത് കയറിയപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം, മനുഷ്യൻ സ്രഷ്ടാവിനെ മറന്നു, സൃഷ്ടിച്ചവനെ മറന്നു, സൃഷ്ടിയ ദൈവമെന്ന് വിളിക്കാൻ തുടങ്ങി.
കാരണം പാപം അകത്ത് കയറി. ഇന്ന് രാത്രി ഞാൻ ദേശത്തോട് വിളിച്ചു പറയാം, പാപമെന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ കുടിയേറിയപ്പോൾ ഈ ഇരുട്ടിൽ നിന്ന് മോക്ഷം തേടി, വെളിച്ചം തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിക്കാൻ തുടങ്ങി. മോക്ഷം തേടി മനുഷ്യൻ കിലോമീറ്ററോളം സഞ്ചരിക്കാൻ തുടങ്ങി. മോക്ഷം തേടി പുണ്യകർമ്മ ക്രിയാദി പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. മോക്ഷം തേടി അവൻ ആരാധനാലയങ്ങൾ സന്ദർശിക്കാൻ തുടങ്ങി. മോക്ഷം തേടി നരബലി നടത്താൻ മടിയില്ലാത്തവനായി മനുഷ്യൻ ഇന്ന് സാക്ഷര കേരളത്തിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ട്? മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചം തേടി മനുഷ്യൻ അലയുകയാണ്. ഓരോ പ്രാവശ്യവും മോക്ഷം തേടി കിലോമീറ്ററോളം അവൻ സഞ്ചരിക്കുകയാണ്. സഞ്ചരിച്ചിട്ട് വരുന്നവനെ പിടിച്ചു നിർത്തി ചോദിക്ക്, ഹലോ ശങ്കരൻ ചേട്ടാ, ചേട്ടാ, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. മോക്ഷം കിട്ടിയോ? അറിയത്തില്ല, അടുത്ത വർഷം പോണം. ആമേൻ. മോക്ഷം കിട്ടിയോ? അറിയത്തില്ല. മോക്ഷം കിട്ടുമോ? അറിയത്തില്ല. മനുഷ്യൻ മോക്ഷം തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്നു. മോക്ഷം തേടി നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നു. മോക്ഷം തേടി യാഗപുണ്യ ക്രിയാദി കർമ്മങ്ങൾ ചെയ്യുന്നു. മോക്ഷം തേടി പൂജാതി ക്രിയകൾ ചെയ്യുന്നു. എവിടെ കിട്ടും മോക്ഷം? എവിടെ കിട്ടും ഇരുട്ടിൽ നിന്നൊരു വെളിച്ചം? ഈശ്വരന്മാരോട് അവൻ നിലവിളിക്കാൻ തുടങ്ങി. പുരാണങ്ങളിൽ ആ പ്രാർത്ഥനകൾ രേഖപ്പെടുത്തി. അസതോ മാം സദ്ഗമയ, തമസോ മാം ജ്യോതിർഗമയ, മൃത്യോ മാം അമൃതംഗമയ. അർത്ഥം, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കണം ഭഗവൻ എന്ന പുരുഷാരം ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചു. മുസ്ലിം സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, നീ എൻ്റെ പാപത്തെ മഞ്ഞുവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ല റബ്ബേ എന്ന പ്രവാചകൻ ഈശ്വരനോട് നിലവിളിക്കുകയാണ്, സൃഷ്ടാവിനോട് നിലവിളിക്കുകയാണ്. മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് കൊണ്ട് സർവ്വ മനുഷ്യനും പാപത്തിൽ നിന്ന് മോക്ഷം തേടി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ലോകത്തിലെ സർവ്വ മനുഷ്യന്റെയും നിലവിളി കേട്ടുകൊണ്ട്, സർവ്വ മനുഷ്യന്റെയും പ്രാർത്ഥന കേട്ടുകൊണ്ട് ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് അവതാരമെടുത്ത് ഇറങ്ങി വന്നു. സാക്ഷാൽ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു. പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടിക്കൊണ്ട് അവൻ ലോകത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല. ഇന്ന് രാത്രി ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയട്ടെ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ, അധികാരത്തോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനത്ര ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നാസ്രത്തുകാരനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ ദേശത്തോട് വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ പിടിയിൽ നിന്ന്, ഇരുളിന്റെ പിടിയിൽ നിന്ന്, തിന്മയുടെ പിടിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ, മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഈ ക്ഷിതിയിൽ ഇല്ലവേ ഇല്ല എന്ന് ഇന്ന് രാത്രി അഭിമാനത്തോടെ ഞങ്ങൾ വിളംബരം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച. അതാണ് സുവിശേഷം. അത് പറയാനാണ് സുവിശേഷ യോഗം. അത് പറയാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഈ പണിക്കൊന്നും ഇറങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. ആമേൻ. യേശു ക്രിസ്തു എന്ന് പറയുന്ന വെളിച്ചം ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കടന്നു വരുന്നോ, അവൻ്റെ പേര് മാറാതെ, മതം മാറാതെ, സർട്ടിഫിക്കറ്റ് മാറാതെ, അവൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പറിച്ചെടുത്ത് പുറത്തെറിഞ്ഞിട്ട് നാളെ മുതൽ അവൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശം ഉലകത്തിലുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഇന്നത്തെ സന്ദേശം നാളത്തേക്ക് ഞാൻ ബാക്കി വെക്കുകയാണ്. പാസ്റ്ററേ, നിങ്ങൾ പറഞ്ഞ ഈ ദൈവത്തെ കാണാൻ ഞങ്ങൾ എവിടെ പോകണം? ഏത് ദേവാലയത്തിൽ പോകണം?
ഏത് സ്ഥലത്ത് പോയാൽ ഈ ദൈവത്തെ ഒന്ന് കാണാൻ പറ്റും? ഈ ദൈവത്തെ ഞങ്ങൾക്കൊന്ന് കാണണമെങ്കിൽ എവിടെ പോകണം? വേദപുസ്തകത്തിന്റെ മറുപടി അപ്പോസ്തലപ്രവൃത്തി 17:24 വാക്യം ഒന്ന് വായിച്ചേ. ലോകവും അതിലുള്ളതൊക്കെയും ആമേൻ, ലോകവും അതിൽ കാണുന്ന സകലത്തെയും ഉണ്ടാക്കിയ ദൈവം. ആരാ ഉണ്ടാക്കിയ ദൈവം? ജനം ഒന്ന് പറഞ്ഞേ, ആരാ? ഉണ്ടാക്കിയ ദൈവം. ഈ ലോകവും ഇതിൽ കാണുന്ന സകലത്തെയും, ഈ പായലിരിക്കുന്ന നിന്നെയും എന്നെയും ഉണ്ടാക്കിയ, പറ, ദൈവം. നീ ഉണ്ടാക്കിയതല്ല, നിന്നെ ഉണ്ടാക്കി. ലോകവും ഇതിലുള്ള സകലത്തെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട്. അപ്പൊ ഈ ദൈവം ആരാ? സ്വർഗത്തിനും ഭൂമിക്കും. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ, ദൈവമെന്ന് പറയുന്ന ആള് ഏതെങ്കിലും ഒരു ജില്ലയിൽ ഇരിക്കുന്ന പുള്ളിയല്ല. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ കയറി ഇരിക്കുന്ന പുള്ളി അല്ല. എല്ലാവരും കൂടെ വണ്ടി വിളിച്ചു ഇങ്ങോട്ട് പോവാന്ന് പറയാൻ അവിടെ പോയി ഇരിക്കുന്ന പുള്ളി അല്ല. നീ പറയുന്നതനുസരിച്ച്, മൂക്കിൽ ശ്വാസമുള്ള ഈ പീറ മനുഷ്യൻ പറയുന്നതനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കിടക്കാനും കയറാനും ഇറങ്ങാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയല്ല ദൈവം. ആമേൻ. നിന്റെ വീട്ടിൽ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞ അവൻ കേൾക്കും. അതുപോലെ നീ പറയുന്നതൊക്കെ അനുസരിച്ച് നടക്കുന്നവനല്ല പ്രപഞ്ചത്തെ നിർമ്മിച്ച സൃഷ്ടാവ്. മനസ്സിലായോ? നീ പറയുന്നതെല്ലാം കേട്ടനുസരിച്ച് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഇരിക്കുന്നവനല്ല ദൈവം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. കൈപ്പണിയായ കെട്ടിടങ്ങളിലൊന്നും ദൈവം കുടിയിരിക്കുന്നില്ല. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറ. ഇങ്ങോട്ട് നോക്ക്, എല്ലാവരും ഇങ്ങോട്ട് നോക്ക്. 2018 കേരളത്തിൽ പ്രളയം വന്നോ? ഒന്ന് ഉറക്കെ പറ. വന്നു. പ്രളയം വന്നപ്പോൾ നമ്മുടെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും മാതാവും ഉൾപ്പെടെ ഉള്ളതെല്ലാം വെള്ളത്തിൽ കൂടെ എന്ത് ചെയ്തു? പറ. ഒഴുകിപ്പോയോ? പോയി. അപ്പൊ ചാക്കോച്ചൻ വെളിയിലിറങ്ങി രക്ഷിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ആകാശത്ത് എന്തു വരുന്നു? ഹെലികോപ്റ്റർ വരുന്നു. അപ്പൊ ചാക്കോച്ചൻ ഇറങ്ങി നിന്നിട്ട്, ഹലോ ഹെലികോപ്റ്റർ പ്ലീസ്. അയ്യോ, എൻ്റെ ഗീവർഗീസ് ഇതോ പോകുന്നു, അവനെ ഒന്ന് രക്ഷിക്കെന്നാണോ പറഞ്ഞത് അതോ എന്നെ രക്ഷിക്കണമെന്നാണോ പറഞ്ഞത്? എന്തുവാ പറഞ്ഞു? സത്യമേ പറയാവൂ. കൊച്ചുങ്ങൾ സത്യം പറഞ്ഞു. എന്നെ രക്ഷിക്കണമെന്നാ പറഞ്ഞല്ലേ? ഹെലികോപ്റ്റർ താഴോട്ടിറങ്ങി വന്നു, ചാക്കോച്ചനെ രക്ഷിച്ചു, ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി. ചാക്കോച്ചൻ തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ ഇല്ല, ഒഴുകിപ്പോയ ഗീവർഗീസ് അവിടെ ചെളി പിടിച്ച് കിടക്കുന്നു. ചാക്കോച്ചൻ ഓടിപ്പോയി അതിനെ തുടച്ചെടുത്ത് വൃത്തിയാക്കി ഷോക്കേഴ്സിൽ കൊണ്ട് വെച്ചിട്ട് പറയുകയാണ്, എന്നെ രക്ഷിക്കണേ എന്ന്. എങ്ങനുണ്ട്? പിള്ളേർ വരെ ചിരിക്കുക. ഇത് മനസ്സിലാക്കാൻ ഡിഗ്രി വേണോടോ? വേണോ? തലയ്ക്കകത്ത് മൂള ഉണ്ടായാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ആരാന്ന് തിരിച്ചറിയണമെങ്കിൽ നിന്റെ തലയ്ക്കകത്ത് ആളുതാമസം ഉണ്ടെങ്കിൽ അറിയാം. ആമേൻ. ഇതൊന്നുമല്ല ദൈവം. സകലത്തെയും നിർമ്മിച്ചൊരു ദൈവമുണ്ട്. മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വസിക്കുന്നവനല്ല ദൈവമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, ഒരു ചോദ്യം പുറത്തുള്ളവർക്ക് ചോദിക്കാം. അങ്ങനാണെങ്കിൽ പാസ്റ്ററെ, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് കെട്ടിടത്തിലല്ലേ? അല്ലേ? ആണ്. നിങ്ങളെന്തിനാ കെട്ടിടത്തിൽ പ്രാർത്ഥിക്കുന്നത്? പറയാം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു കെട്ടിടത്തിലും യേശുവിനെ കുടിയിരുത്തിയിട്ടില്ല. ഉണ്ടോ? ഞാൻ നാളെ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് പോകുമ്പം കതകും ജനലും എല്ലാം പൂട്ടിയിട്ട് സെക്രട്ടറി, യേശുവേ ഞങ്ങൾ പോവുക, അടുത്ത ആഴ്ച വരാം കേട്ടോ, സൂക്ഷിച്ചിരിക്കണേ, കള്ളന്മാരൊന്നും മോട്ടിച്ചോണ്ട് പോകല്ലേ എന്ന് പറഞ്ഞ യേശുവിനെ ഇവിടെ ഇരുത്തിയച്ചാണോ പോന്നേ? ആണോ? അല്ല. 2 3 പേർ
എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിലേക്ക് ഞാൻ ഇറങ്ങി വരാമെന്ന് വാക്കു പറഞ്ഞവനാണ് ദൈവം. പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ കെട്ടിടത്തിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം, പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ യേശു ഈ കെട്ടിടത്തിൽ കുടിയിരിക്കുകയല്ല, ഇറങ്ങിപ്പോകുന്ന എൻ്റെയും നിന്റെയും ഹൃദയമാകുന്ന ദേവാലയത്തിൽ വസിക്കുവാനാണ് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സത്യം, വീണ്ടും സത്യം പറയൂ. പിള്ളേര് സത്യം പറയും, അതുകൊണ്ട് പിള്ളേരോട് ചോദിക്കാൻ. ആമേൻ. ഈ ലോകത്തിലുള്ള ഏത് ദൈവങ്ങൾ വേണമെങ്കിലും നിങ്ങളെടുത്തോ, എനിക്ക് ആ ദൈവത്തോടൊരു സങ്കടം പറയണം. ഓക്കെ? സങ്കടം പറയണമെങ്കിൽ ആ ദൈവം ഏത് ജില്ലയിലിരിക്കുന്നു, ഏത് പഞ്ചായത്തിലിരിക്കുന്നു, ഞാൻ വണ്ടിക്കൂലിയും കൊടുത്ത് ബസ്സും കയറി വണ്ടി ഓടിച്ച് അത് ഇരിക്കുന്നിടത്ത് പോയി സങ്കടം പറയണം. അല്ലേ? അല്ലേ? എന്നാൽ ഉലകത്തിൽ ഒരു ദൈവം മാത്രം പറഞ്ഞു, നീ എന്നെ തപ്പി ഞാൻ ഇരിക്കുന്നിടത്ത് വരണ്ട, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ നിന്റെ അടുക്ക വരാമെന്ന് പറഞ്ഞ ഒരു ദൈവം ഉലകത്തിലുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നീ എന്നെ തപ്പി വരണ്ട, പരിമലയിലും വരണ്ട, കുരിശുമലയിലും വരണ്ട, ഒരു മലയിലും വരണ്ട, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യം ഇറങ്ങി വരാമെന്ന് പറഞ്ഞ ഒരു ദൈവം ഉലകത്തിലുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിനെ തപ്പി ആരും എങ്ങും പോകണ്ട. പ്രാർത്ഥിക്കുന്നതിൻ്റെ നടുവിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. അതുകൊണ്ടാണ് ചില ആളുകൾ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബഹളം? നിങ്ങൾക്ക് ഇച്ചിരി ശാന്തമായിട്ട് പ്രാർത്ഥിച്ചൂടെ? നിങ്ങളെല്ലാം എന്തിനാ ഇങ്ങനെ കൈയടിക്കുന്നത് എന്തിനാന്ന്? കൈയടിക്കുന്നത് എന്തിനാന്ന്? നിങ്ങൾ കൈയടിച്ച് ദൈവത്തെയും കൂടെ പേടിപ്പിച്ച് ഓടിക്കുമല്ലോ എന്ന്. ഹല്ലേലൂയ. എന്നോട് ഒരിക്കൽ ഒരുത്തൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറ കൈയടിക്കുന്നേന്ന്. ഞാൻ അവനോട് പറഞ്ഞു, മമ്മൂട്ടി വന്നാൽ നിങ്ങൾക്ക് കൈയടിക്കാം, ചെണ്ട കൊട്ടാം. മോഹൻലാൽ വന്നാൽ കൈയടിക്കും, ചെണ്ട കൊട്ടും, ഗുണ്ടും പൊട്ടിക്കും. രജനീകാന്ത് വന്നാൽ ചെണ്ട കൊട്ടും, കൈയടിക്കും, ഗുണ്ടും പൊട്ടിക്കും. മമ്മൂട്ടി വന്നാൽ കൈയടിക്കാം, മോഹൻലാൽ വന്നാൽ കൈയടിക്കാം, രജനീകാന്തും വിജയും ഒക്കെ വന്നാൽ കൈയടിക്കാം. വാഗ്ദത്ത പ്രകാരം പ്രാർത്ഥിക്കുന്നവന്റെ നടുവിലേക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം ഇറങ്ങി വരുമ്പോൾ ആ ദൈവ സാന്നിധ്യം ശരീരത്തിലും ആത്മാവിലും അനുഭവിച്ചറിയുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് കൈയടിക്കാതിരിക്കാൻ പറ്റത്തില്ല, ചാടാതിരിക്കാൻ പറ്റത്തില്ല, തുള്ളാതിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അരികിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ദൈവ കുഞ്ഞുങ്ങൾ അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, ദൈവ സാന്നിധ്യം ശരീരത്തിൽ അനുഭവിച്ചറിയുമ്പോൾ ഞങ്ങൾക്ക് കൈയടിക്കാതിരിക്കാൻ കഴിയില്ല, പാടാതിരിക്കാൻ കഴിയില്ല. ജീവനുള്ള ദൈവം. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ കാണാൻ ഞങ്ങൾ എവിടെ പോകണമെന്ന ചോദ്യത്തിന് ഇന്ന് രാത്രി ദേശത്തോട് മറുപടി പറയാം. എങ്ങും പോകണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിപ്പിൽ നിന്നുകൊണ്ട്, യേശുവേ, എൻ്റെ ഹൃദയം, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഇന്ന് രാത്രി ഞാൻ അങ്ങേക്കായി തുറന്നു തരുന്നു. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് കടന്നു വരണം. എൻ്റെ ഹൃദയത്തിൽ കുടിയിരിക്കുന്ന പാപമെന്ന കൂരിരുട്ടിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് എന്നെ വെളിച്ചത്തിലുള്ളവനാക്കി ഈ പട്ടണത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കുവാൻ, എൻ്റെ കുടുംബത്തെ ഒന്ന് മാനിക്കണം, അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൻ്റെ കവാടം യേശുവിന് വേണ്ടി തുറക്കപ്പെടാൻ തയ്യാറാണെങ്കിൽ ഒരു നാണയത്തൊട്ട് കൊടുക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട, സൗജന്യമായി ഫ്രീ 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 ഇന്ന് രാത്രി സൗജന്യമായി നിന്റെ ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് നിന്നെ വെളിച്ചത്തിലേക്ക് നയിപ്പാൻ കഴിവുള്ള ദൈവം ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ലവേ ഇല്ല എന്ന് ദേശത്തോട് ഉച്ചത്തിൽ ഉറക്കെ വിളംബരം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇന്നത്തേക്ക് വിരാമം കുറിക്കും.